പോലീസ് ഈ വ്യക്തിക്കെതിരെ FIR ഇടുകയോ നോട്ടീസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതെന്താ ആണിന്റെ ജീവനൊരു വിലയും? പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ട് പള്ളിക്കൂടത്തിലേക്ക് പോയാൽ ഗത്യന്തരമില്ലാതെ കോണർ ചെയ്യപ്പെട്ടപ്പോ ഗ്രീഷ്മ ഷാരോനെ കൊന്നതാണ്. അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. എന്തുകൊണ്ടാണ് എന്നും താങ്കൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നത്? നമ്മുടെ പോലീസുകാര് ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. എന്റെ 12 വയസ്സുള്ള മോളെ ഒഴിച്ച് ബാക്കി എല്ലാരെയും ഈ കേസിലേക്ക് വലിച്ചിട്ടു എന്ന് 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു. ഓർമ്മയുണ്ടോ? ഗ്രൂപ്പിലിട്ട് തട്ടും. ആണിന്റെ കണ്ണിനാണ് ആദ്യം മാന്യത വേണ്ടത്, അതോടൊപ്പം സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. ബോച്ചയുടെ 25-30 വർഷത്തെ ജീവിതം അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യരുത്. എഴുതി വെച്ചോളൂ, ദിലീപ് 100% നിരപരാധിയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്കറിയാം, രാഹുൽ ഈശ്വറിനെ അറിയില്ലാത്ത ആരുമില്ല. രാഹുൽ ഈശ്വറാണ്. രാഹുൽ, നമസ്കാരം. നമസ്കാരം ജി. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് അങ്ങോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു. അതല്ലേ, നമ്മൾ ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ ഞാൻ ഫോൺ വിളിക്കാറുണ്ട്. റിപ്പോർട്ട് ടിവിയിലോടൊപ്പം ഇന്ന് 7 മണിക്ക് ചർച്ചയ്ക്ക്, നികേഷ് സാറിന്റെ ചർച്ചയ്ക്ക് പങ്കെടുക്കണം, അല്ലെങ്കിൽ അപർണയുടെ ചർച്ചയ്ക്ക് അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ആ സ്വരം വളരെ പരിചിതം. അതല്ലേ, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കും. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? നമ്മൾ ഈ മെൻസ് കമ്മീഷന്റെ ഓട്ടത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അല്ല, എനിക്കത് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിൽ എനിക്ക് 2-3 കാര്യങ്ങൾ കൃത്യത വരുത്താറുള്ളത്. ഞാനൊരു പുരുഷനാണല്ലേ, രാഹുൽ ഒരു പുരുഷനാണ്. എന്തിനാണ് ഈ അസോസിയേഷൻ? എൻ്റെ ഒരു ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഏത് സമയത്ത് എവിടെ ഇറങ്ങിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല എന്നാണ് കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു അസോസിയേഷൻ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന് അസോസിയേഷനെക്കാട്ടി ഇതൊരു കമ്മീഷൻ, അതായത് വനിതാ കമ്മീഷൻ പോലെ നിയമപരമായ ഒരു കമ്മീഷനാണ്. അതാണ് ഒരു സ്വകാര്യ ബില്ലായിട്ട് നമ്മുടെ അസംബ്ലി കൊണ്ടുവരാൻ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, സ്ത്രീകളാണ്. അതാണ് ഇതിന്റെ ഫസ്റ്റ് ലൈൻ. 100% അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകൾ നേടുന്ന പോലെ നമ്മുടെ റോഡിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്നും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല. ഏത് സമയത്തും ഇറങ്ങി നടക്കാം. ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടം കൊണ്ട് സ്ത്രീകളും നമ്മുടെ പൊതുസമൂഹവും നേടിയെടുത്തതുമാണ്. അതിനെ 100% അംഗീകരിക്കുന്നു. എന്നാൽ അതോടൊപ്പം മാറിയ കാലത്ത് പുരുഷന്മാർക്കും അവരുടേതായ യുണീക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുടേതായ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. ആ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങക്ക്, നിങ്ങൾ പ്രത്യേകിച്ച് മൂവി രംഗത്തും വളരെ പരിചയങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, അങ്ങക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ പരാതി കൊടുത്തു. നമ്മളെല്ലാം കണ്ടു. DGPക്കാണ് സാക്ഷാൽ നിവിൻ പോളി പരാതി കൊടുത്തത്. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് അത് കോടതി റിപ്പോർട്ടും കൊടുത്തു. പൊതുസമൂഹത്തിനും തെളിവാണ്. കാര്യം നിവിൻ പോളിയുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു. ആ സമയത്ത് നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി പറഞ്ഞത് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ്. അതിനുശേഷം ആ പെൺകുട്ടിയോട് നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നല്ലോ എന്ന് തെളിവ് കാണിച്ച്, കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, കാണിച്ച് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ വാക്കങ്ങി ഓർമ്മ കാണും, ഞാൻ ഉറക്കപ്പിച്ചിൽ മാറ്റി പറഞ്ഞതാണ്. അപ്പോൾ നിവിൻ പോളി പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ ഇതേവരെ ഒരു റിപ്പോർട്ട് കൊടുത്തു, FIR കൊടുത്തു. ആ പെൺകുട്ടിക്ക് ഒരു നോട്ടീസ് എങ്കിലും കൊടുത്തു. 164 എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനോടുള്ള സ്റ്റേറ്റ്മെന്റ് അടക്കം എത്രയോ പേർ കള്ളം പറയുന്നു. അതിന് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവുന്നുണ്ട്? ഇനി ചാണ്ടി സാർ, ഞാൻ സിനിമാരംഗം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് കൂടുതൽ, അങ്ങേക്ക് ഏറ്റവും ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയം. സരിത കള്ളപ്പരാതി കൊടുത്താണെന്ന് അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു. പോട്ടെ, എല്ലാവർക്കും അറിയാമെന്നുള്ള വാദം ഞാൻ എടുക്കുന്നില്ല. കോടതി കണ്ടെത്തി വ്യാജ പരാതിയാണ് അല്ലേ? സരിതയ്ക്കെതിരെ എന്താ ആക്ഷൻ എടുക്കാത്തത്? എത്രയധികം അങ്ങനെ വ്യാജ പരാതികൾ വരുന്നു. ഈ വ്യാജ പരാതി കൊടുത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ പോലീസ് പരാതി എടുത്തേ കാണുന്നുണ്ടോ? അതെന്താ അങ്ങനെ? അല്ല, അവിടെയാണ് ചോദ്യം. താങ്കൾ ഒരു അഡ്വക്കേറ്റാണ്, അഭിഭാഷകനാണ് അല്ലേ? കോടതിയാണ് നമ്മളെല്ലാം മാനിക്കുന്നത്, എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്ന കോടതിയാണ്. കോടതി ഒരു പോലീസ് ഒരു കേസ് എടുത്താൽ പോലും കോടതിയിൽ തെളിവാണ് നമുക്ക് വേണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് ഈ നിയമ സംവിധാനം, കോടതിയിലുള്ള നിയമ സംവിധാനം മാറ്റി എഴുതേണ്ടതാണെന്ന് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കോടതികളാണ് നമ്മുടെ എല്ലാം പ്രൊട്ടക്ടർ. കാര്യം ഒരു ബാലൻസ് ഉണ്ട്. മറുഭാഗത്തിനും പറയാനൊരു വാദമെങ്കിലും കിട്ടും. ഇപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ശക്തനായ ഒരാൾ വന്ന് അവൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് ചിലപ്പം വിചാരിക്കും. കോടതി അങ്ങനെ വിചാരിക്കില്ല, മറുഭാഗത്തെ വാദവും മറ്റും എടുക്കും. എൻ്റെ ചോദ്യം, കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പോലീസ് ഈ വ്യക്തിക്കെതിരെ FIR ഇടുകയോ നോട്ടീസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു മീഡിയക്കാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പോട്ടെ, പെട്ടെന്ന് ഇന്നലത്തെ മിനിഞ്ഞാത്തത്തെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഓർമ്മ കാണുമല്ലോ. കമാൽ പാഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ. കമാൽ പാഷ സാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ചെരുപ്പെടുത്ത് കൂടെ നടക്കാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ലോയറായ വ്യക്തിയാണ്. നമുക്കെല്ലാം ആദരണീയനായ പോസിറ്റീവായ ഒരുപാട് നല്ല വിധിന്യായങ്ങൾ തന്നിട്ടുള്ള കമാൽ പാഷ സാർ പ്രമുഖമായ TV ചാനലുകളിൽ ഇരുന്ന് പറയുകയാണ്, അങ്ങനെ ഒരു പക്ഷേ കേട്ട് കാണും,
ഗത്യന്തരമില്ലാതെ കോണർ ചെയ്യപ്പെട്ടപ്പോൾ ഗ്രീഷ്മ ഷാരോനെ കൊന്നതാണ്. അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ, എന്ന് പറഞ്ഞാൽ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് പോയത്. അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. അടുത്തത് ഒരു വാക്കും കൂടെ കേട്ട് കാണും. അങ്ങനെ അവസാനം കൊടുക്കേണ്ടി വന്നു. അവസാനം അന്തസ്സോടെ കഷായം കൊടുത്തു. ആ വാക്കും അങ്ങ് ശ്രദ്ധിച്ചു. അന്തസ്സോടെ കഷായം കൊടുത്തു, അന്തസ്സോടെ വിഷം കൊടുത്തു എന്നാണോ പറയണത്? ഇനി തിരിച്ച് ഇനി ഇതെല്ലാം മറച്ചോട്ടെ. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചവനാണ്. ആ മരിച്ച ഷാരോൺ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ സ്നേഹിച്ചു. വാവേ എന്നാണ് വിളിക്കുന്നത്. മരണത്തിൽ പോലും അവൻ തെള്ളി പറയാൻ തയ്യാറായില്ല. ഇതൊന്നും രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഷീർ സാറിന്റെ വിധി ഞാൻ എടുത്തു പറയുകയാണ്. ബഷീർ സാറിന്റെ വിധിയിലെ വാക്കാൽ വാക്ക് പറയുകയാണ്. ആ വ്യക്തിയെക്കുറിച്ച് വിക്ടിം ഷെയിം ചെയ്യാനും ഇപ്പോഴും ഷാരോനാണ് വേട്ടക്കാരനെന്നും ഗ്രീഷ്മ ഇരയാണെന്നും ചിത്രീകരിക്കാൻ നമ്മുടെ കമാൽ പാഷ സാർ നോക്കിയതിന് ആരെങ്കിലും പ്രതിഷേധമെങ്കിലും ചെയ്തു? ഇനി വേണ്ട, ഞങ്ങളല്ലാതെ ഞങ്ങൾ ചെയ്തു. തിരിച്ചൊരു കാര്യം ചോദിക്കാം. കഷ്ടകാലത്തിന് തിരിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ. ഷാരൻ ഗ്രീഷ്മയെ വിഷം കൊടുത്തു കൊന്നു. ഷാരന് വേറൊരു കല്യാണം കഴിക്കണം, ഗ്രീഷ്മയെ വിഷം കൊടുത്തു. രാഹുൽ ഈശ്വർ TV ചാനലിൽ വന്നിട്ട് ഗ്രീഷ്മ പോയതും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ, ഗ്രീഷ്മ പോയതും പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. ഗ്രീഷ്മയ്ക്ക് അവസാനം ഷാരോൺ അഭിമാനത്തോടെ കഷായം കലക്കി കൊടുത്തു. ഗതിയില്ലാതെയാണ്. ആ പെണ്ണ് തലേന്ന് ഒഴിഞ്ഞു പോണില്ല, അതുകൊണ്ടല്ലേ അവൻ വിഷം കൊടുത്തതെന്ന് ചോദിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? ഞാൻ ഈ ചോദ്യം അങ്ങ് എത്രയോ കാലം മീഡിയ നിൽക്കുന്നതാണ്. ഈ നികേഷ് സാറിനെ അല്ലെങ്കിൽ റിപ്പോർട്ടറോ ഏതെങ്കിലും ഒരു ചാനലിൽ രാഹുൽ ഈശ്വർ ഷാരൻ ഗ്രീഷ്മയെ കൊന്നത് ന്യായീകരിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കമാൽ പാഷ സാറ് പറഞ്ഞത് ശരിയല്ല എന്ന് ഇവിടുത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞു, ഇവിടുത്തെ യുവജന കമ്മീഷൻ പറഞ്ഞു. യുവജനമല്ലേ ഷാരനും? ഇവിടുത്തെ ഏതെങ്കിലും സാംസ്കാരിക നായകനോ മന്ത്രിയോ പറഞ്ഞു? അതെന്താ, ആണിന്റെ ജീവനൊരു വിലയില്ലേ? അല്ല, ആണിന്റെ ജീവന് വിലയില്ലാതെ അല്ല ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ദിലീപ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ വന്ന് വലിയ രീതിയിൽ സംഭാഷണം നടത്തുക. അന്ന് എപ്പോഴും പറയും ഇരയോടൊപ്പമാണ് താങ്കൾ വേട്ടക്കാരനോടൊപ്പം, എന്നെ വേട്ടക്കാരനെ ചിത്രീകരിച്ചു എന്നാണ് താങ്കൾ പറയാറുള്ളത്. അല്ല, അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെ പറയാറുണ്ട്. അല്ല, ഇരയും വേട്ടക്കാരൻ എന്ന വാക്കിനോടെ ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ ഉദ്രകുത്തുന്നതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ എടുത്തോ, താങ്കൾ എടുത്തോ, ആ വിഷയത്തിൽ എടുത്തോ. എന്തുകൊണ്ടാണ് എന്നും താങ്കൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കോടതി തെറ്റാൻ തെളിയിച്ചിട്ടുണ്ടോ? രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് കാലവും കോടതിയും ശരിയെന്ന് തെളിയിച്ചത്. 3-4 വിഷയങ്ങൾ പറയാം, അങ്ങേക്കും കൂടെ അറിയാം. വിജയബാബുവിന്റെ വിഷയം എന്തായി? നിവിൻ പോളിയുടെ വിഷയം, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള വ്യാജ പരാതിയുടെ വിഷയം, ശ്രീ സിദ്ദിഖിനെതിരെയുള്ള വിഷയം, അല്ലെങ്കിൽ ഫൈനൽ വിധിയായിട്ടില്ല, അപ്രോച്ച് വെച്ച് ഞാൻ പറയുകയാണ്, കോടതികളിൽ വിധിയായിട്ടില്ല, ഒബ്വിയസ്ലി ആയിട്ടില്ല. ശ്രീ ദിലീപിന്റെ വിഷയം. ഈ നാട്ടിലെ 3 ഹൈക്കോടതി ജഡ്ജിമാർ, ഇപ്പോഴത്തെ ജഡ്ജിയുടെ പേര് പറയുന്നതിന് വിരോധമില്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഹണി വർഗീസിന്റെ ജഡ്ജി വർഗീസ് സുപ്രീം കോടതി പോയി. ഇതെല്ലാം ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാന്നല്ലേ തെളിയിച്ചത്. ഇനി നാളെ വിധി വരുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് ദിലീപ് നിരപരാധിയാണെന്ന്. കാര്യം ആ കേസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അതായത് അങ്ങ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാനിപ്പോൾ ഇതിൽ കൂടെ കാണിച്ചത്, നിങ്ങളുടെ ഇതിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും വേണം. നമ്മുടെ പോലീസുകാർ ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. അതായത് കേരള പോലീസിലെ ചില ആൾക്കാർ ദിലീപിനെയും പൾസർ സുനിയെയും കണക്ട് ചെയ്യാനായി വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത് മനോരമ തൊട്ട് ദേശാഭിമാനി വരെ എല്ലാവർക്കും കൊടുത്തു. ഈ ഫോട്ടോ വെറുതെ ഇപ്പം അങ്ങനെ സ്വന്തമായിട്ട് ഈ ചാനൽ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, വെറുതെ ഈ ഫോട്ടോ ഒന്ന്, ഞാൻ രാഹുൽ ഈശ്വറാണെന്ന് വിശ്വസിക്കേണ്ട, വെറുതെ ഈ ഫോട്ടോ ഒന്ന് നിങ്ങൾ നോക്കുകയും പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കുകയും വേണം. ഇതൊരു ഫോട്ടോ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഫോട്ടോ ദയവായിട്ടൊന്ന് നോക്കുക. പോലീസുകാരാണല്ലോ കൊടുത്തത്, എന്നാലും ബാക്കി ആരും അല്ലല്ലോ. അതായത് ദിലീപിന്റെ പുറകിൽ നിൽക്കുന്ന 2 പേരിൽ ഒരാൾ പൾസർ സുനിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം 2 ഫോട്ടോകൾ മെർജ് ചെയ്തിരിക്കുകയാണ്. ദിലീപ് ഇത് പോലീസ് അല്ല അവനാരാ ഉണ്ടാക്കുന്നത്? എന്നിട്ട് ശരിക്കും ഞാൻ ആരെയും കുറ്റം പറയല്ല, പോലീസ് ചാനലുകളെ ഉപയോഗിച്ച് ദിലീപിനെ കരിവാരത്തേക്കാൻ നടത്തിയ കേസാണ്. ഇനി 2 ഈ ഫോട്ടോ ഒരു വരി കൂടെ പറഞ്ഞിട്ട്, ഈ ഫോട്ടോയെ വെറുതെ ഒന്ന് കേഴ്സറി നോക്കിയാൽ മതി, അതായത് വെറുതെ ഒന്ന് പ്രാഥമികമായി നോക്കിയാൽ ഈ 2 ഫോട്ടോകളും മെർജ് ചെയ്ത് ദിലീപിന് പൾസർ സുനിയോട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കും. ഇനി അടുത്തതാണ് ഏറ്റവും രസകരമായ കാര്യം, മീഡിയക്കാർക്കും ആപ്ലിക്കബിൾ ആണ്. പോലീസ് കോടതി പറയുന്നത് എന്താ അറിയോ? ദിലീപിനും പൾസർ സുനിക്കും ബന്ധം ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. ബിജു മേനോൻ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് ധ്വനിക്കുന്നുമില്ല, ഉണ്ടത്രേ. ഈ ഉണ്ടത്രകളിലാണ് ഈ കേസ് നിന്നത്. ഇത്രയും ഇതോടുകൂടി രാഹുൽ ഈശ്വർ ദിലീപ് നിരപരാധിയാണ്, മുദ്രകുത്തിയാണ്, ദിലീപ് നിരപരാധിയാണ് എന്ന് അത്രയും കൃത്യമായിട്ട് പറയാൻ എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയുടെ ക്യാമറയിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ, അതായത് എനിക്ക് പിന്നെ പിൻവലിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എന്നും ക്യാമറ നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. എഴുതി വെച്ചോളൂ, ദിലീപ് 100% നിരപരാധിയാണ്. ഈ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ സ്ഥാപിക്കും. ദിലീപ് നിരപരാധിയാണ്, പൾസർ സുനി തെറ്റുകാരനാണ്, കൂടുള്ളവർ തെറ്റുകാരനാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ദിലീപിന് 100% പങ്കില്ല? കാര്യം കൂടിയുണ്ട്. ഈ പൾസർ സുനിയെ നമ്മുടെ അഭിനേത്രി അതിജീവിതം നേരിട്ട് കണ്ടു. അവർ അദ്ദേഹത്തെ ദ്രോഹം ചെയ്ത് അവർ നേരിട്ട് അനുഭവിച്ചു.
ഈ അതിജീവിതയ്ക്ക് പോലും ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ പറ്റൂ? എങ്ങനെ അറിയാൻ പറ്റും? എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് ഉണ്ടെന്ന് ആരോപിച്ചല്ലേ ശ്രീ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ശ്രീ ദിലീപിനെതിരെ പൊതുസമൂഹത്തിൽ ഈ രഹസ്യ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നമുക്ക് അറിയില്ല, വെളിയിൽ വന്നപ്പോ ദിലീപിനെതിരെ ഏതെങ്കിലും ഒരു തെളിവെങ്കിലും, എന്തായാലും മാധ്യമങ്ങളെ കാര്യമായി ഉപയോഗിച്ചാണല്ലോ ഈ കേസ് നടത്തിയത്, ഏതെങ്കിലും കടുകുമണി അയോട്ട ഓഫ് എവിഡൻസ് ശ്രീ ദിലീപിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു? ഉദാഹരണം, ദിലീപും പൾസർ സുനീവ് ഏതെങ്കിലും ഒരു ടവർ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടോ? ദിലീപ് പൾസർ സുനിക്ക് കാശ് ഇട്ട് കൊടുത്തതിന് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കണക്ടിങ് ഇവിടെ ദിലീപും പൾസർ സുനിയുമായി കേസുമായി ബന്ധപ്പെട്ട ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. അങ്ങനെ മനസ്സിലായ ജഡ്ജിയെ ചെയ്ത എന്താ? ജഡ്ജിയുടെ ഹസ്ബൻഡിന് ഇവരുമായിട്ട് രഹസ്യ ബന്ധമുണ്ടെന്ന് പറഞ്ഞു, ജഡ്ജിയുടെ അച്ഛന് രഹസ്യമുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഹണിയം വർഗീസ് എന്ന അമ്മ, ജഡ്ജി പോട്ടെ, അമ്മ കോടതിയിൽ പറഞ്ഞ വാക്കുകളാണ്, രാഹുൽ ഈശ്വർ അല്ല, എന്റെ 12 വയസ്സുള്ള മോളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒരു ഈ കേസിലേക്ക് വലിച്ചിട്ടു എന്ന് ഒരു ജഡ്ജി കോടതിയിൽ പറയുകയാണ്. എന്താ ചെയ്തതെന്നറിയാം? അവിടെയാണ് ഈ സ്ത്രീകളുടെ മഹത്വം. ഞങ്ങൾ പുരുഷന്മാരാണ് ആ ജഡ്ജിയായിട്ടിരുന്നെങ്കിൽ നമ്മൾ തകർന്നു പോയേനെ. കാര്യം ഇത്രയും മീഡിയ പ്രഷർ വരുമ്പോൾ അവസാനം പണ്ടാരം ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്കെന്തെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഒരു സ്ത്രീയുടെ നീതിബോധമാണ് അവിടെ കണ്ടത്. കാര്യം അവരൊരിക്കലും സ്ത്രീ വിരുദ്ധയാണെന്ന് മുദ്ര കുത്തി ചാപ്പയടിക്കാൻ പറ്റില്ലല്ലോ, സ്ത്രീ കൂടി ആയതുകൊണ്ട്. അവരെ പ്രഷറൈസ് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി കേസ് ജയിക്കാന്ന് വിചാരിച്ചത്. സാറേ, എന്ത് ചെയ്യാൻ പറ്റും? ദിലീപിനെതിരെ കടുകുമണി പോലും തെളിവില്ല. ഒരു തെളിവുമില്ലാതെ ദിലീപിനെ 85 ദിവസത്തോളം ജയിലിൽ അടയ്ക്കുകയും പിന്നീട് ദിലീപ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരുന്നു. ഒരു കാര്യം കൂടെ, ദിലീപ് ഒരു വരി കൂടെ ആഡ് ചെയ്തോട്ടെ, കറക്റ്റ് ആയിരിക്കും. കേരള ചരിത്രത്തിൽ നമ്മുടെ മാധ്യമങ്ങളെയും കൂടെ വെച്ചാണ്, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, എനിക്ക് മാധ്യമങ്ങളെ ഇഷ്ടമാണ്, സെൽഫ് ക്രിട്ടിക്കലായിട്ടും കൂടിയാണ്. ചാരക്കേസും നമ്പിനാരായണന്റെ കേസും കഴിഞ്ഞാൽ കേരള പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ദ ലോവസ്റ്റ് പോയിന്റ് ഈസ് ദിലീപ് കേസ്. ചാരക്കേസിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനായ നമ്പിനാരായണനെ 50 ദിവസം ജയിലിട്ടിട്ട് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി വേട്ടയാടി ഒരു ബന്ധവുമില്ലാത്ത ആ മനുഷ്യൻ മാലദ്വീപിലെ സ്ത്രീകൾ വഴി പാകിസ്ഥാൻ ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ വിറ്റുന്ന കള്ളക്കഥ ഉണ്ടാക്കിയ കേരള പോലീസിലെ ചില ആൾക്കാരെ പോലെ ശ്രീ ദിലീപ് 86 ദിവസം ജയിലിൽ കിടന്നതാണ്. ഒന്ന് ഓർക്കണം, നമ്മുടെ രാജ്യത്തിന്റെ ISROയിലെ ശാസ്ത്രജ്ഞൻ ഇന്ത്യക്ക് പോലും ക്രയോജനിക്കില്ല, അതിന്റെ സാധനം മാലദ്വീപ് വഴി പാകിസ്ഥാനിലെ ISIക്ക് വിറ്റുന്ന കഥ ഉണ്ടാക്കുന്നവരാണ് ഈ പോലീസുകാർ. ദൈവത്തെ ഓർത്ത് സിനിമയിൽ പോകണം, നിങ്ങൾ നല്ല കഥകൾ എഴുതണം, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇരുന്ന് ഈ കഥകൾ എഴുതരുത്. അതിന്റെ ഒരു തെളിവും കൂടെ അങ്ങേക്ക് കൺവിൻസ്ഡ് ആകുന്ന, കേട്ടോണ്ടിരിക്കുന്നവർ കൺവിൻസ്ഡ് ആകുന്ന ഒരു ചോദ്യം ചോദിക്കാം. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസുണ്ടല്ലോ, അതെന്തായി? അതിനെക്കുറിച്ച് എന്തേ ആരും അന്വേഷിക്കാത്തത്? പോലീസുകാരുടെ ജീവന് വിലയില്ലേ? പോലീസുകാർ 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു, ഓർമ്മയുണ്ടോ? ഗ്രൂപ്പിലിട്ട് തട്ടും. അതായത് നമ്മുടെ കിങ് ലെസനുടെ പോലെ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു. ശ്രീ ബാലേന്ദ്രകുമാർ അദ്ദേഹത്തെ അവസാന കാലം ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, നമ്മളെപ്പം വിട്ടകന്നു. ഞാൻ അദ്ദേഹത്തിന് എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ വ്യക്തിപരമായി ഞാൻ ബഹുമാനം സൂക്ഷിച്ചിരുന്നു. ആശയപരമായ വ്യത്യാസമൊക്കെയാണ്. ബാലേന്ദ്രകുമാർജി അടക്കമുള്ള ആൾക്കാർ വന്ന് ഗ്രൂപ്പിലിട്ട് തട്ടും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. എന്തേ ആ 4 പോലീസുകാരെ കൊന്ന കേസിൽ ആർക്കും ദണ്ഡമില്ലേ? അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ച കേസിൽ തെലുങ്ക് സിനിമ മോഡൽ പറഞ്ഞല്ലോ, കാവ്യാമാധവനാണ് മാഡം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ 3-4 ദിവസം ഏറ്റവും പ്രമുഖമായ ചാനലുകൾ സ്ഥിരീകരിച്ചില്ല. ഞാൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ സ്ഥിരീകരിച്ച കാവ്യാമാധവനാണോ മാഡം എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാതിയല്ലോ. എന്നിട്ട് പറഞ്ഞാൽ മതി കാവ്യാമാധവനാണോ അമ്മയാണെന്നും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നവന് കാവ്യമാധവനാണ് മാഡം എന്നല്ലേ? ഇത് നമ്മുടെ ബിജു മേനോന്റെ ഉണ്ടത്ര ടെക്നിക്കാണ്. ഉണ്ടത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിഫോമേഷൻ വരാൻ പറ്റില്ല. അതായത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് കാവ്യാമാധവൻ ഇതിന്റെ പിന്നിൽ ഉണ്ടത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാവ്യാമാധവന് കേസ് കൊടുത്താലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് മീഡിയക്കാർക്ക് പറയാം. കാവ്യാമാധവനാണ് മാഡം, കാവ്യയുടെ അമ്മയാണ് മാഡം. പിന്നെ വേങ്ങരയിലെ മുസ്ലിം ലീഗിന്റെ നേതാവിന് 50 ലക്ഷം രൂപ കൊടുക്കാൻ പോയി. ഗോൾച്ചനുമായിട്ടുള്ള ബന്ധം, ദാവൂദ് ഇബ്രാഹിമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ എവിടെ പോയി? ഇതൊക്കെ ബാലേന്ദ്രകുമാർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ഒന്നും പറഞ്ഞാൽ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല. ഒന്നും ഒരാള് വന്ന് തെളിവ് സഹിതം പറയുന്ന ഓഡിയോ ഉൾപ്പെടെ കേൾപ്പിച്ച സംഭവം, ഓഡിയോ ഉൾപ്പെടെ കേൾപ്പിച്ച സംഭവം. ഓഡിയോ രാഹുലും അവിടെയാണ് കട്ട് ചെയ്ത് വെച്ച ഓഡിയോയിൽ അവിടെ ഇവിടെയും തെളിയിക്കുന്ന കാര്യം കൊണ്ട് എന്താ ഉണ്ടാകുക? ദിലീപിന്റെ ഓഡിയോ തന്നെയാണെന്ന് തെളിഞ്ഞല്ലോ. ദിലീപിന്റെ ഓഡിയോ ആയിക്കോട്ടെ, ദിലീപ് പറഞ്ഞതാണല്ലോ. ദിലീപിന്റെ ഓഡിയോ എന്താ പ്രശ്നം? പറഞ്ഞ കാര്യം അതിന്റെ അർത്ഥം വേണ്ടേ? ഇവനെയൊക്കെ കൊണ്ട് സഹി കെട്ടു എന്ന് ദിലീപ് പറഞ്ഞാൽ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ? ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. ദിലീപിന്റെ ആണ് സാർ, സംശയമില്ല. പക്ഷേ അല്ല, എന്നാ ദിലീപിന്റെ അടർത്തിയെടുത്താന്ന് പറഞ്ഞു. അല്ല, അടർത്തിയെടുത്തത് കട്ട് ചെയ്തതാണ്. ഇത് സ്ലൈസഡ് ആൻഡ് കട്ടാണ്. ഞാൻ ഒരു സെക്കൻഡ് തെളിവായിട്ട് പറയാം.
ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ കൊടുത്ത ക്ലിപ്പിന്റെ ദൈർഘ്യം ഓർമ്മയുണ്ടോ? 40 സെക്കൻഡ്. ദിലീപ് ബാലേന്ദ്രകുമാറിന്റെ ക്ലിപ്പ് കൊടുത്തു, അതിന്റെ ദൈർഘ്യം 2 മിനിറ്റ് 40 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കൊടുത്തു. 40 സെക്കൻഡ് ആയിട്ട് ആരും അവരോട് സംസാരിക്കില്ലല്ലോ. അതുകൊണ്ട് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്തെടുത്ത് കൊടുത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. നേരെ മറിച്ച് ദിലീപിനോട് ബാലേന്ദ്രകുമാർ കാശ് ചോദിച്ചു, അദ്ദേഹത്തിന്റെ സിനിമയുടെ കാര്യത്തിന് കടം നിൽക്കാമോ, ഒന്ന് വിളിച്ച് പറയാമോ എന്ന് ചോദിച്ചു. ദിലീപ് ഫുൾ കോൺവെർസേഷൻ കൊടുത്തു. ബാലേന്ദ്രകുമാർ ഏത് ഫുൾ കോൺവെർസേഷനാണ് കൊടുത്തത്? അപ്പം വളരെ വിദഗ്ധമായി ദിലീപിനെ കരിവാരത്തേക്കാണ്. ആ അതിജീവിതയോട് തീർച്ചയായും ബഹുമാനമാണ്. പക്ഷെ അതിജീവിതയും ഓർക്കേണ്ടത് ശ്രീ ദിലീപ് കാരണം ഏറ്റവും സിനിമയിൽ മികച്ച റോളുകൾ കിട്ടിയ ശ്രീ ദിലീപിന്റെ ഒരു കാലത്ത് പല കാലം അവർ നമ്മൾ സ്പ്ലിറ്റ് ആയി നമുക്കെല്ലാം അറിയാം, പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും റീസൺസ് എന്താണെന്നൊക്കെ അറിയാം. ആ വ്യക്തിക്ക് ദൗർഭാഗ്യകരമായി അവർക്കിടയിൽ ഒരു വിടവുണ്ടായി. അതിനെ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്ത് ദിലീപിനെതിരെ അവരെ തിരിച്ചതാണോ എന്ന് ആ കലാകാരി കൂടി ആ അഭിനേത്രി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അനുഭവങ്ങളില്ലാതെ കലാകാരി അങ്ങനെ വരില്ല. അല്ല, അവർക്ക് എങ്ങനെ അറിയാൻ ദിലീപാണ്? ഞാൻ ഒരേ ചോദ്യം, അവർക്ക് എങ്ങനെ അറിയാൻ ദിലീപാണ്? രാഹുൽ എങ്ങനെ ദിലീപ് അല്ല? അതാണ് കോടതി പറയട്ടെ. കോടതി ഇതുവരെ കോടതി പറഞ്ഞതിന് ശേഷം രാഹുൽ അങ്ങനെ പറയാവുള്ളൂ. രാഹുൽ പറയാവുള്ളൂ ദിലീപ് അല്ല കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞ ശേഷം രാഹുൽ പറയൂ. സംശയമില്ല. അപ്പോൾ നമ്മൾ പറയാം ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. അതായത് നമ്മുടെ നിയമ സംവിധാനം വെച്ച് ഒരാൾ നിഷ്കളങ്കനാണ്, തെറ്റാണ് തെളിയിക്കപ്പെടുന്നവരെ ആ വാദഗതി ഞാൻ പറയുന്നില്ല. പക്ഷെ ഏക റിക്വസ്റ്റ് ആ കലാകാരി അടക്കം ആ അഭിനേതാവരുടെ അവരുടെ അവസാന സിനിമ ഞാൻ അവസാനമല്ല തൊട്ടും ഇറങ്ങിയ ശ്രീ രാജേഷ്, ഇംഗ്ലണ്ടിലെ രാജേഷ് എടുത്ത എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു സിനിമ, നല്ല ഗംഭീരമായ സിനിമയാണ്. ഞാൻ അത് പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. അവർ ഇനിയും കൂടുതൽ വരണം. പക്ഷേ ശ്രീ ദിലീപിനെ ഞാൻ ആകെ 2-3 പ്രാവശ്യം മുമ്പ് കണ്ടിട്ടുള്ളൂ ശ്രീ ദിലീപിനെ. അതായത് വ്യക്തിപരമായിട്ട് അറിയാൻ പോകുമ്പോൾ എൻ്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു, എൻ്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സിനിമയാണ്, രസമുള്ള ഒരു ക്യൂട്ട് ലവ് സ്റ്റോറിയും ഷറഫുദ്ദീനും ഒക്കെ ഉള്ള നല്ല സിനിമയായിരുന്നു. ഞാൻ രാജേഷ് അതിന് ശേഷം വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഏക കാര്യം, ആണിന് ഒരു വീക്ക്നെസ് കിട്ടിയാൽ അവിടെ ആഞ്ഞടിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് വിജയബാബുവിന്റെ കേസിൽ കണ്ടു, നിവിൻ പോളിയുടെ കേസിൽ കണ്ടു, സിദ്ദിഖിന്റെ കേസ് ഞാൻ വളരെ ലഘുവായി ചോദിക്കാം. ഫൈനൽ വിധിയൊന്നും വന്നില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ അപ്രോച്ച് സിദ്ദിഖിന് അനുകൂലമാണല്ലോ, സംശയമില്ല. ആദ്യം ഫേസ്ബുക്കിലൂടെ ഒരു വ്യക്തി വന്ന് 11 പേർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. രണ്ടാമത് വന്ന് പറയുന്നു ഈ വ്യക്തി എന്നെ വെർബലി അബ്യൂസ് ചെയ്തു, വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു. മൂന്നാമത് പറയുന്നു നിള തിയേറ്ററിൽ വെച്ച് സെക്ഷുവൽ ഫേവർ ചോദിച്ചു, പെട്ടെന്നൊരു ദിവസം ഒന്ന് റേപ്പ് ചെയ്തു. എന്നിട്ട് ഭയങ്കര തെളിവായിട്ട് പറയുന്നത് എന്താണ്? ആ റൂമിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാം. ബാസ്കറ്റ് ഹോട്ടലിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള അറിയാം, 10-20 റൂമിൽ നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാം, താഴെ നോക്കിയാൽ സ്വിമ്മിംഗ് പൂളും മേളിലുള്ള മുറിയും കാണാം. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നും കൂടെ സിദ്ദിഖിന് അമ്മയുടെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അമ്മ സംഘടനയിൽ വലിയ ഉൾപൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടായി. സിദ്ദിഖിന് ഏറ്റവും കുറവ്, ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു, ഞാൻ കാശ് ചോദിച്ചില്ല പുള്ളി എങ്ങനെ എടുക്കുമെന്ന്. അതായത് കാശെന്ന് പറഞ്ഞാൽ പുള്ളി സുപ്രീം കോടതിയിൽ എത്ര കാശ് ചിലവാക്കിയെന്ന് ഞാൻ ചോദിച്ചില്ല. പുള്ളിക്ക് എങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും കുറവ് ശ്രീ സിദ്ദിഖിന് ഒരു 40 ലക്ഷം രൂപയേക്കാൾ. മുകുൾ റോഹത്തകിയാണ് വന്നത്, 4-5 അപ്പിയറൻസ്. അപ്പൊ അതല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏറ്റവും കുറവാണ്. സാറൊക്കെ പറഞ്ഞു. ഒരു ഒറ്റ വരിയും നിർത്താം. സിദ്ദിഖിന്റെ മകൻ ഷഹീനും ഈ അടുത്തിടയ്ക്ക് ജനിച്ച അവരുടെ കൊച്ചുമോനും കൊച്ചുമോൾക്കും കിട്ടേണ്ട കാശല്ലേ 40 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷങ്ങളുടെ പ്രയത്നമാണ്. എന്നെയാണ് നാളെ ഈ കേസ് അറസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് 2 പിള്ളേരുണ്ട്, യാഗും യുഗും. ഞാൻ ഒരിക്കലും ആമ്പിള സാറിനെ ഒന്നും വിളിക്കില്ല, അല്ലെങ്കിൽ മുകുൾ റോഹത്തകി വിളിക്കില്ല. ഒരു 2-3 ആഴ്ച ജയിലിൽ കിടക്കാമെന്ന് വിചാരിക്കും. ഈ 40 ലക്ഷം രൂപ എൻ്റെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞാലേ ഞാൻ എത്ര വർഷം എടുക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ? ശ്രീ സിദ്ദിഖിന് എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ട് കാണും. രാഹുൽ ഈ പറയുന്ന കാര്യം ഞാൻ ചില കാര്യങ്ങൾ യോജിക്കുന്നുണ്ട്. ഇപ്പൊ സിദ്ദിഖിയുടെ കാര്യം പറഞ്ഞു, കുറെ പേരുടെ കാര്യം പറഞ്ഞു. ഒരു സ്ത്രീ വന്ന് 9 പേരെ 10 പേരുടെ പേര് പറഞ്ഞുകൊണ്ട് 11 പേര് ബാലേന്ദ്രന്റെ ഉൾപ്പെടെ പേര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ പേര് പറഞ്ഞു പുതിയ SIT രൂപീകരിക്കുന്നു, ഇവർക്കെതിരെ കേസ് ഇടുന്നു, FIR-ലേക്ക് വരെ പോകുന്നു. എന്നിട്ട് ഇത് തെളിഞ്ഞു വരുമ്പോൾ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് പോലീസ് ഈ സ്ത്രീകൾക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് നേരിട്ടും കോടതിക്ക് ഇടപെടാമല്ലോ. കോടതികൾ അല്ല, നേരിട്ട് ഇടപെടാമല്ലോ. കോടതികളെ വിമർശിക്കാൻ അങ്ങോട്ട് യോജിക്കുകയാണ് കേട്ടോ. അല്ല, അഭിഭാഷകനായിട്ട് പറയാം. ഞാൻ നിയമ വിദഗ്ധനല്ല, ഒരു കഴിഞ്ഞ വർഷം തീർന്നേ ഉള്ളൂ. അതിന്റെ ബാലാരിഷ്ടതകളുണ്ട്, അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങ് പറയുന്നതിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ യോജിക്കണമെന്നാണ് ആഗ്രഹം. അതായത് കോടതികൾ ശരിക്കും ഇടപെടേണ്ടതും കോടതികൾ പരാമർശം നടത്തേണ്ടതുമാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോടതികൾക്ക് എന്നോട് വിരോധം ഉണ്ടായിരുന്നു. കോടതി അല്ലാതെ വേറെ ആരോട് പറയാനാണ്? വേറെ ആരോട് നമ്മൾ പോയി പറയാനാണ്? ഇപ്പൊ ആ പേര് പറയുന്നതിന് വിരോധമില്ലെങ്കിൽ നമ്മുടെ അരുണിന്റെ കേസ്, നമ്മുടെ റിപ്പോർട്ടറിലെ അരുണിന്റെ കേസ്. അരുൺ ആ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിച്ചു പോലുമില്ല. അരുൺ ഷാബാസിനോട് അടുത്ത ദിവസം ചോദിക്കുകയാണ്, ഡേയ് നീ കണ്ടോ, മോർണിംഗ് ഷോയ്ക്ക് ചോദിക്കും, നീ കണ്ടാ? കാണാത്താണ് നല്ലത് കേട്ടാ. അബ്സല്യൂട്ട് തമാശ ഉള്ള സാധനം. പോട്ടെ, അരുണിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. അതായത് ആ പെൺകുട്ടിയോട് സംസാരിക്കുകയും സോക്കോൾഡ് റൊമാൻറ്റിക് സീൻ എന്നൊക്കെ പറയുന്ന സീൻ മറ്റൊരാളാണ്. അല്ല, ആരും അങ്ങനെയാണെങ്കിൽ. പക്ഷെ അരുണെ ഇട്ട് കേസെടുത്തത് എന്താ? കോടതി കൃത്യമായിട്ട് ചോദിച്ചു, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുത്തത്?
നമ്മുടെ വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കോടതിക്ക് റിക്വസ്റ്റ് ചോദിച്ചു. കോടതി ചോദിച്ചു മീഡിയക്കാരെ കാണിക്കാനല്ലേ പോകണ്ട, ഇയാൾ അതായത് കീഴടങ്ങാൻ വരുന്ന വിജയബാബുവിനെ അങ്ങോട്ട് പോയി അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. മീഡിയയെ കാണിക്കാനും ഡ്രാമ ഉണ്ടാക്കാനുമാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് അതിലെ വിഷമം. ഇതിന്റെ പ്രശ്നം എന്താ അറിയും? ഇതുകൊണ്ട് എന്ത് പറ്റുന്നു നോക്കാം. ഇതുകൊണ്ട് ഈ ആണുങ്ങൾക്ക് എന്നും ജീവിതത്തിൽ ട്രോമ ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു. ഇത് ഞാൻ പറഞ്ഞുകൂടാന്ന് മുമ്പ് എന്നോട് വിജയബാബു പറഞ്ഞിട്ടുള്ളത്, എന്നാലും നിങ്ങളോട് പറയുകയാണ്, അത് അറിഞ്ഞിരിക്കാന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ സ്ഥിരം വിജയബാബുവിൻ്റെ, നിവിൻ പോളിയുടെ അല്ലെങ്കിൽ ദിലീപിൻ്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ വിജയബാബു എന്നെ വിളിച്ചു പറഞ്ഞു, രാഹുലെ ഒരു കാര്യമുണ്ട്, എപ്പോഴെങ്കിലും അദ്ദേഹത്തെ അറിയുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കണം. അതെ, എൻ്റെ പേര് പറയണ്ട. ഞാൻ പറഞ്ഞേ വിജയബാബുജി, നിങ്ങൾ നമുക്ക് വേണ്ടി പോരാടി ജയിച്ചു എന്നല്ലേ പറയണേ, പോസിറ്റീവായിട്ടല്ലേ പറയണേ. പുള്ളി പറയാണ്, എനിക്കും എൻ്റെ ഫാമിലിക്കും അത് കേൾക്കുമ്പോൾ എന്തോ പേടിയും ട്രോമയുമാണ്. ആ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയ വേദനയും വിഷമവുമാണ്. പുള്ളി എന്നെ ജോർജി എന്ന് വിളിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ ജോർജി എന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അതായത് വിജയബാബു ജീവിച്ചില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് പോരാടിയില്ലെങ്കിൽ അങ്ങയ്ക്ക് മാത്രമാണ് നഷ്ടം. കാര്യം മറുഭാഗത്ത് നിൽക്കുന്ന ആ കുട്ടിയെ വലിയ കലാകാരിയാണ്, സംബന്ധിച്ചൊന്നുമില്ല, നല്ല നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഏതോ ഒരു സിനിമയുടെ കാര്യത്തിൽ തമ്മിൽ തർക്കമുണ്ടായി. ആ സിനിമയുടെ നായികയെ പോയി ചീത്ത വിളിച്ചു, ഈ വ്യക്തിക്കെതിരെ ഇട്ടു. അതായത് അത്രയും കാലം ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുകയും ഒരു വിഷയത്തിൽ തെറ്റുമ്പോൾ ഇയാൾ എന്നെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഓർമ്മയില്ലേ ആ കംപ്ലൈൻറ്റ്? പീരീഡ് ദിവസം എൻ്റെ വയറ്റിൽ തൊഴിച്ചു, റേപ്പ് ചെയ്തു. തൊഴിച്ചില്ല എന്നൊക്കെ എങ്ങനെ തെളിയിക്കും സാർ? അതാണ് അതിലെ പ്രശ്നം. ഇത് ലാർജറായിട്ടൊരു തീവ്ര ഫെമിനിസ്റ്റിന്റെ ആംഗിളും കൂടെയാണ്. അതായത് ഇപ്പം മാരിറ്റൽ റേപ്പ്, എന്നെ ഉദാഹരണം വെച്ച് പറയാം. എൻ്റെ ഭാര്യ ദീപ നാളെ ചെന്നിട്ട് ഡിവോഴ്സ് ആവില്ല അവണെന്ന് പറയാം, 20 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു. അതാണ് മാരിറ്റൽ റേപ്പ് ലോ കൊണ്ടുവരാൻ ചില ഫെമിനിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. 20 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ 7 വർഷം ജയിലിൽ പോയി കിടക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആണെന്നോ അല്ലെന്നോ തെളിയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഭയങ്കര സ്ത്രീ വിരുദ്ധം എന്ന് പറഞ്ഞ് എല്ലാ ചാനലും ആക്രമിച്ചതാണ്. ഈ വിജയബാബുവും മറ്റേ അഭിനേത്രിയും കൂടെ ചില ഹോട്ടലിൽ പോയതിൻ്റെ തെളിവ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അല്ല, രാഹുൽ പറഞ്ഞു വെച്ചത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ വിജയബാബുവിൻ്റെ വിഷയമാണെങ്കിലും അത് തന്നെയാണ്. മറ്റേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംബന്ധം ബാലേന്ദ്ര മേനോന്റെ വിഷയത്തിൽ കോടതി ചോദിച്ചല്ലോ, ആണുങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാൻ കോടതി ചോദിച്ച ചാണ്ടിസാറിന്റെ കാര്യം എത്രയോ കോടതി ചോദിച്ചു ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു ചോദ്യം അവിടെ പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ നമ്മളെ വേട്ടയാടുമ്പോൾ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ വേട്ടയാടുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു വിധിക്ക് ഞാൻ അതുകൊണ്ട് ഏറ്റവും ഞാൻ കോടതിയെ ഒരിക്കലും കുറ്റം പറയില്ല, പക്ഷേ ബഹുമാനത്തോടെ പറയേണ്ടത് ഇപ്പൊ അങ്ങ് പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. കോടതികൾ ഇടപെട്ട് കുറച്ചുകൂടെ ശക്തമായി പറയണമെന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെയാണ് ഈ വിഷയങ്ങൾ വരില്ല. അത് കോടതി അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഇന്ത്യയിൽ 2024 ഉണ്ടായി. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഏകദേശം 4 വർഷത്തോളം വ്യാജ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അവസാനം കോടതി വ്യാജ പരാതി എന്ന് കണ്ടെത്തിയപ്പോൾ ഇയാൾ എത്ര ദിവസം ജയിലിൽ കിടന്നോ അത്രയും ദിവസം ഈ സ്ത്രീയും കിടക്കണമെന്ന് കോടതി പറഞ്ഞു. അങ്ങനെയുള്ള വിധിന്യായങ്ങൾ കഴിഞ്ഞ വർഷം 2024 വന്നിട്ടുണ്ട്. അവിടെയാണ് ഇതടക്കം ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള പ്രൊപ്പോസൽ വളരെ ബാലൻസ്ഡ് ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീക്കാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോളുകളിൽ ഒന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പുരുഷൻ എനിക്കെതിരെ വന്നത് വ്യാജ പരാതിയാണെന്ന് റേസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീക്കാണത് വാലിഡേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് പ്രഥമ ദൃഷ്ടിയെങ്കിലും ശരിയാണോ എന്നുള്ള റൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ജെൻഡർ ബാലൻസ് രീതിയാണ്. അതോടൊപ്പം ഒരു റിക്വസ്റ്റും കൂടെ, അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിനും 1-2 ടോക്സ് നമുക്ക് 1-2 പറയാം എന്നുള്ള മാത്രമായ ആശയത്തിൽ നിന്നായിരിക്കും അങ്ങിട്ടത്. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളിൽ ഒരു പോള് നടത്തുക. ആ പോൾ, അതായത് ഇപ്പോൾ ഓൺലൈൻ യൂട്യൂബിൽ പോളൊക്കെ ഉണ്ടല്ലോ, ഈ പോളിൽ ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരു ചോദ്യം ചോദിക്കുക. 75 മുതൽ 90% ആൾക്കാർ വേണമെന്ന് പറയുന്നത് ആശയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല, ജീവിതത്തിലെ പ്രാരാബ്ധം കാരണമാണ്, ബുദ്ധിമുട്ട് കാരണമാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ വന്ന പാലഭിഷേകവും പടക്കം പൊട്ടിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പലപ്പോഴും മീഡിയക്കാർക്ക് ഒരു കോമഡി ഫിഗറും തമാശയാണ്. ഞാനപ്പോൾ അതിലൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കുകയും പാലഭിഷേകമൊക്കെ ചെയ്യാൻ പോണേന്ന്, നമുക്കൊരു കുറച്ചുകൂടെ ബൗദ്ധികമായി ചെയ്തുകൂടെ? അപ്പം പുള്ളി പറഞ്ഞ ഉത്തരവാണ്, കേട്ടിരിക്കേണ്ട സാറേ, 150 ദിവസം ഞാൻ ജയിലിൽ കിടന്നു, വ്യാജ പരാതിയായിരുന്നു. ഞാൻ ജയിലിൽ നിന്ന് അവസാനം കോടതി എന്നെ, അതായത് ബെയിലായിട്ട് വിട്ടതല്ല, കോടതി കേസ് റദ്ദാക്കി ക്വാഷ് ചെയ്ത് വിട്ടു. ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരുമില്ല. ഇന്നും എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് സംസാരിച്ചു എന്ന് വരുത്തുക മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്, അവരാരും എന്നെ ഒരു കല്യാണത്തിന് വിളിക്കില്ല, പരിപാടിക്ക് വിളിക്കില്ല. എന്നെ കോടതി അക്വിറ്റ് ചെയ്തു, കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇല്ല, ഞാനിപ്പോൾ ഏതെങ്കിലും പുരുഷന് ജാമ്യം കിട്ടുമ്പോഴോ പോകുമ്പോഴോ അവിടെ ചെന്ന് പടക്കം പൊട്ടിച്ചാണ് എൻ്റെ ദേഷ്യം തീർക്കുന്നത്. അതുകൊണ്ട് പടക്കം പൊട്ടിക്കുന്ന ശരിയാണെന്നല്ല, മാലയിടുന്നത് ശരിയാണെന്നല്ല, പാലഭിഷേകം വേണമെന്നല്ല, അവരുടെ ജീവിതത്തിലെ വേദന അവർ അയവിറക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വേദന കടിച്ച് പിടിച്ചു പോവുകയാണ്. അങ്ങനെ 150 ദിവസം ജയിലിൽ കിടന്നിട്ട് വെളിയിൽ വരുമ്പോൾ ആരും നമ്മളെ സ്വീകരിക്കാനുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് പോകും. ഇന്നും തിരിച്ച് വീട്ടിൽ പോകുമ്പം മക്കൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അച്ഛനെന്ന് പറയാനൊരു മടി, അല്ലെങ്കിൽ ഭർത്താവെന്ന് പറയാനൊരു മടി, സഹോദരൻ എന്ന് പറയാനൊരു മടി. നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്ത്, സ്വന്തം എൻ്റെ എനിക്ക് സഹോദരനില്ല, ഒരു സഹോദരനുണ്ടെന്നിരിക്കട്ടെ, അവൻ ഇതേപോലെ 150 ദിവസം ഒരു റേപ്പ് കേസിനകത്ത് തീർന്നിട്ട് വന്നതാണ്. നാളെ എൻ്റെ ഓഫീസിലൊരു ഫംഗ്ഷൻ, എൻ്റെ CEO വരികയാണ്, ഞാൻ വിളിക്കൂ, എന്തിന് റിസ്ക് എടുക്കുന്നത്? ആ സ്ഥലത്ത് എൻ്റെ പേരും കൂടെ ചീത്തയാവുന്നത് എന്തിനാണ്? ഇവൻ വ്യാജ കേസിലാണ് കിടന്നത്, ഇവന് ജീവിതത്തിൽ ഇനി എന്താ ഉള്ളത്?
ജോലി കിട്ടുന്നില്ല, ബാക്കി വീട്ടുകാർ വിളിക്കുന്നില്ല. ഈ രീതിയിൽ അവരുടെ ജീവിതം തകർന്നു പോകണം. അവരുടെ എക്സ്ട്രീം റിയാക്ഷൻ വരാറുണ്ട്. ഈ തീവ്ര ഫെമിനിസ്റ്റുകളെ പോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും തീവ്ര റിയാക്ഷൻ വരുന്നുണ്ട്. ഐ എം അപ്പോളജറ്റിക് ഫോർ ദാറ്റ്. പക്ഷേ അത് പറയുന്നതേ ജീവിതത്തിന്റെ വിഷമത്തിൽ നിന്ന് വരുന്നതാണ്, ആ ദേഷ്യത്തിൽ നിന്ന് വരുന്നതാണ്, ആരോടും പറയാനില്ലല്ലോ എന്ന് തിരിച്ചറിവിൽ നിന്ന് വരുന്നതാണ്. ഈ വെറുതെ ഞാൻ ഇതിന്റെ ലിങ്കും കൂടെ അയച്ചു തരാം. രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയയിലെ വ്യക്തി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയുണ്ട്. 7 വർഷം ജയിലിൽ കിടന്നു. 7 വർഷം ജയിലിൽ കിടന്നു. 12ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ മയക്കുമരുന്ന് കൊടുത്തു, പീഡിപ്പിച്ചു, പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്തു. 7 വർഷം ജയിലിൽ കിടന്നു. 6 മാസം ഇയാളുടെ ഭാര്യയും കിടന്നു, തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല, ഈ പെൺകുട്ടി അബോർട്ട് ചെയ്തിട്ടില്ല. സ്കൂളിലെ എന്തോ ലോക്കൽ പ്രശ്നത്തിന് സാറിന് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരുപക്ഷെ ആ കുട്ടി പോലും അറിയുന്നുണ്ടാവില്ല ഇതിൻ്റെ ഗ്രാവിറ്റി. ഏതെങ്കിലും കൂട്ടുകാർ വന്ന് മാർക്ക് കുറയുന്നോ പ്രോജക്റ്റ് കുറയുന്നോ എതിർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ കൊടുത്തായിരിക്കും. ഇയാളുടെ 7 വർഷം. രാം തിവാരി പോക്സോ അക്വിറ്റഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഗൂഗിളിൽ ഇത് കിട്ടും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോഴേ പാലഭിഷേകത്തിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നിങ്ങൾ പാലഭിഷേകം നടത്തി അല്ലേ? ഈ ഇന്ത്യൻ ഭരണഘടനയാണ്, ഒരു വ്യക്തിയല്ല, ഒരു ജഡ്ജല്ല ആ നിയമം നടപ്പിലാക്കിയത്. ഒരു ജഡ്ജിനെ നിങ്ങൾ ഒരു പാലഭിഷേകം നടത്തുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെയാണ് പോലീസ് വരെ അവിടെ നിന്ന് ചോദ്യം ചെയ്തത്. ആ സമയം നിങ്ങളൊരു ഭരണഘടനയാണ് നടപ്പിലാക്കുക, ആ ഭരണഘടനയ്ക്ക് മുമ്പിൽ ഒരു പൂവിട്ട് ആരാധിച്ചാൽ പോലും ഒരു പോലീസും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കാണുന്ന ഒരു വ്യക്തിയാണ്. അതല്ല, ഒരു വ്യക്തികളെ ആരാധിക്കുന്നില്ല. ഒരു ജഡ്ജി ഒരു സ്ഥാനം നിയമം നടപ്പിലാക്കിയപ്പോൾ അവിടെ പാലഭിഷേകം ചെയ്തത് തെറ്റാണെന്ന് ഞാൻ കാണുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടന, തങ്ങളൊരു നിയമ വിദ്യാർത്ഥി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആളാണ്, ആ ഭരണഘടനയാണ് നിങ്ങളൊരു പൂട്ട് ആരാധിക്കുന്നതെങ്കിൽ അവിടെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. തീവ്ര ഫെമിനിസ്റ്റുകൾ അപ്പം എന്ത് പറയുന്നറിയോ? ഭരണഘടനയെ നിങ്ങൾ പൂജാപാത്രമാക്കി മാറ്റാൻ നോക്കുകയാണ്, പൂ എടുക്കുന്ന ബ്രാഹ്മണിക്കൽ സവർണാധിപത്യം കൊണ്ടുവരികയാണെന്ന് പറയും. ഇത് കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നതാണ്. അവിടെ ബഷീർ സാറിന്റെ നല്ലൊരു വിധിയാണ്. ബഷീർ സാറിന്റെ വിധിന്യായം വളരെ ആഴത്തിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രീഷ്മ ചെയ്ത എല്ലാ കുറ്റങ്ങളും പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഭരണഘടനയാണ്, ബഷീർ സാറിന്റെ ഒരു വിധിയല്ല, ഭരണഘടനയുടെ വിധിയാണ്. ആ ജഡ്ജി കൂടെ ഉണ്ടല്ലോ, നേരെ കമാൽ പാഷ് സാറാണ് അവിടെ ഇരുന്നെങ്കിൽ എന്ത് പറയാ? കമാൽ പാഷ് സാറിനെ മോശമാക്കിയിട്ടില്ലോട്ടോ, വലിയ മനുഷ്യനാണ്. കമാൽ പാഷ് സാർ ഉണ്ടെങ്കിൽ എന്ത് പറയായിരുന്നു? അവനും ഭാഗത്ത് തെറ്റുണ്ടെന്ന്. അവന്റെ തെറ്റെന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു അവൻ കുടിച്ചു എന്ന് പറയുന്ന ജഡ്ജിമാരല്ല. നിയമവ്യവസ്ഥ ശരിയല്ല, നിയമവ്യവസ്ഥ ശരിയല്ല, നിയമവ്യവസ്ഥ ശരിയാണ്. എത്രയോ പേര് നിരപരാധിയായിട്ട് കിടക്കുന്നു. ഈ പോലീസ് ഉണ്ടാക്കുന്ന തെളിവാണോ? അല്ല, അത് സാധാരണക്കാരൻ നിയമ വിദ്യാർത്ഥി കൂടെ ആയതുകൊണ്ട് പറയാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യം, പോലീസ് കോടതിയിൽ പോയി പറയുന്നത് സാർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദിവസം കൂടെ വേണം. ഇപ്പൊ എന്റെ കേസിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. 27-ാം തീയതിക്ക് ഇൻസ്ട്രക്ഷൻ. എന്തോന്ന് അന്വേഷിക്കാനാണ്? യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ അല്ലേ? പോലീസ് എന്തോന്ന് അന്വേഷിക്കാനാണ്? അപ്പം ഇത് പോലീസിന്റെ ഒരു സ്ഥിരം പല്ലവിയാണ്. അന്വേഷിക്കുന്നു, പഠിക്കുന്നു, നിയമോപദേശം, ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. പോലീസുകാരൻ ഇങ്ങനെ അങ്ങ് പോവും. നമ്മുടെ നാട്ടിൽ പലരെയും, ഞാനത് രാഷ്ട്രീയമോ ഒന്നും ചേർത്ത് പറയല്ല, പലരെയും വർഷങ്ങളോളം ജയിലിലിടുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും നമ്പിനാരായണനെ ആകാം, ദിലീപിനെ ആകാം, സിദ്ദിഖാപ്പനെ ആകാം. 1/2 വർഷവും 1 വർഷവും 1.5 വർഷവും ഒക്കെ ജയിലിലിടുന്നതിന്റെ പിന്നിൽ പോലീസുകാർ, സാർ ഇന്ന് ഞങ്ങൾ ഡയറി എടുത്തില്ല, 2 ആഴ്ച കഴിഞ്ഞ് വെക്കും, സാർ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരുമേ പലപ്പോഴും മെനക്കെടുത്താൻ നോക്കുകയാണ്. പോലീസുകാരെ കുറ്റമായിട്ട് പറയല്ല, പോലീസുകാർ പലപ്പോഴും ഒരു മെനക്കെടുത്തൽ നോക്കുകയാണ്. ആത്യന്തികമായി ഇവരെ പ്രത്യേകിച്ച് തെറ്റില്ലെന്ന് പോലീസിനും അറിയാം. അപ്പൊ എന്ത് ചെയ്യും? പരമാവധി ടാർഗറ്റ് ആൻഡ് ടാർണിഷ്, നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജി എന്ന് പറയും. ആ നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജി ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ചെയ്യുമ്പോൾ പോലീസുകാരന് നിന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യം, ഇന്നും കേരള പോലീസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട DGPയോട് ആഗ്രഹിക്കാനുള്ള ചോദ്യം, അങ്ങേക്കല്ലേ പരാതി തന്നത്, ഇനി നിവിൻ പോളി ഇതിന്റെ മേളിൽ ആർക്ക് പരാതി കൊടുക്കും? എന്തേ ആ പെൺകുട്ടി ഇപ്പൊ 0 FIR ഇടണമെന്നാണല്ലോ, ഒരു കോഗ്നിസബിൾ ഒഫൻസ് എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഒഫൻസ് വന്നാൽ എന്താ ഇത് കോഗ്നിസബിൾ ഒഫൻസ് ആയില്ലേ? അതായത് മജിസ്ട്രേറ്റിന് കള്ളമൊഴി കൊടുത്തു, വ്യാജ പരാതി കൊടുത്തു, ആയില്ലേ? ആ പെൺകുട്ടിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നില്ല. ഇത് നോട്ടീസ് കൊടുക്കുന്നില്ല എന്ന കാര്യം മീഡിയക്കാർ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പോലീസുകാരെ പലപ്പോഴും നമുക്കറിയാമല്ലോ, പോലീസിനെ കുറ്റമായിട്ടല്ല, മീഡിയക്കാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുമ്പോഴാണ് അവർ ചൂടും കാര്യങ്ങളും കാണിക്കുന്നത്. ആരുടെയും കുറ്റമായിട്ടല്ല, പോലീസുകാർ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരു പുഷ് ചെയ്യാൻ അത് വേണം. ഇത് നമ്മുടെ നാട്ടിലെ ലോപ്പ് സൈഡഡ് ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു പാരഡൈം, പരിപ്രേക്ഷ്യമാണ്. ഈ പരിപ്രേക്ഷ്യം മാറി കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകണം. ഒരു കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ സ്ത്രീകളോട് ഒരുപാട് അനീതി പുരുഷന്മാർ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഇത്രയും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർന്നു വരുന്നത്. മഹാത്മാഗാന്ധിയൊക്കെ പറയുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ നിലവാരം തന്നെ നമ്മൾ അളക്കേണ്ടത് സ്ത്രീകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് വ്യാജ കേസുകൾ വരുമ്പോൾ അത് സ്ത്രീകളെ കൂടെ അപമാനിക്കുകയല്ലേ? ഇപ്പൊ ഞാൻ എനിക്കെതിരെ വന്ന കാര്യം പറയാം. എനിക്കെതിരെ ഒരു വ്യാജ മീറ്റ് നമ്മുടെ ശബരിമല കാലത്ത് വന്നു. പ്രത്യേകിച്ച് അങ്ങേക്ക് കൂടെ അറിയേണ്ട കാര്യമാണ്. ഞാൻ കൊടുപിടി കൊണ്ട് നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി അവരുടെ ഒരു സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് പേര് പോലും ഇല്ലാതെ ഒരു വ്യക്തി ഈ ഒരു ഫേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത അവരുടെ ഒരു പെൻ നെയിമിൽ ഈ സാധനം ഇട്ടു. അത് പറഞ്ഞിരുന്ന കാര്യം എന്താ അറിയോ? അശ്ലീല വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചു. ഇതാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. അതിന് അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അതൊരു ലോയിലെ ക്ലോസ് ആണ്. മോശം വീഡിയോ കാണിക്കാൻ ശ്രമിച്ചാൽ ഒരു വകുപ്പ് അട്രാക്ട് ചെയ്യും.
ഇത് അട്രാക്ട് ചെയ്യണം. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാന്ന് ഞാൻ വാദിക്കുമ്പോൾ ടി വിയിൽ അപ്പുറത്തെ ആൾക്ക് പറയാൻ കഴിയണം, കണ്ടോ ഇവൻ മറ്റേ വൃത്തികെട്ട വീഡിയോസ് കാണിക്കുന്നവരാണ്. ഇത് പറയാൻ വേണ്ടിയാണ്. എൻ്റെ മുത്തശ്ശി ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവകി അന്തർജനവും അമ്മ മല്ലികാ നമ്പൂതിരിയും വൈഫ് ദീപയും തിരുവനന്തപുരത്ത് വന്ന് കൊച്ചി വന്ന് പ്രസ് മീറ്റ് നടത്തി. കാര്യം എൻ്റെ വീട്ടിലൊക്കെ വന്ന എല്ലാ സമയവും ഒരു 7-8 പേരൊക്കെ കാണും. അതായത് ഇത് 18 വർഷം മുമ്പ് നടന്നതാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ വീട്ടിലൊരു കൂട്ടുകുടുംബ സെറ്റപ്പ് പോലെയാണ്. എല്ലാ നിമിഷവും വന്ന 8 പേര് കാണും. 18 വർഷം മുമ്പ് യൂട്യൂബ് പോലും ഇത്ര സ്ട്രോങ് അല്ലാത്ത കാലത്ത് എൻ്റെ ടി വിയിൽ ഇത് കാണിച്ചു എന്ന് പറയാണോ? ഒന്നുമല്ല, ഒരു കേസ് കിടക്കട്ടെ. അതായത് ഞാൻ പറയുന്ന വാദഗതികളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യണം. ഒരു നന്ദിയോടെ ഞാൻ ഓർക്കട്ടെ, അങ്ങടക്കം മുമ്പ് സഹകരിച്ചിരുന്ന റിപ്പോർട്ടർ ചാനലിലെ നികേഷ് സാർ, അന്ന് ലോറൻസ് സഖാവ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോറൻസ് സഖാവായിരുന്നു ചർച്ചയ്ക്കിരുന്നത്. എനിക്കത് ഭയങ്കര ഡിഫിഡൻസ് ആയിരുന്നു, ഒരു ആത്മവിശ്വാസ കുറവായിരുന്നു. നികേഷ് സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ നികേഷ് സാർ ചോദിക്കുന്നതിൻ്റെ ഫ്ലോയിൽ ലോറൻസ് സഖാവിനോട് ചോദിച്ചു, രാഹുൽ ഈശ്വറിനെ പോലുള്ളവരെ ഇങ്ങനെയാണോ നേരിടേണ്ടത്? ലോറൻസ് സഖാവ ചെയ്തു എന്ന അർത്ഥത്തിലല്ല, ഈ ഒരു ഫാർ ലെഫ്റ്റ് നിൽക്കുന്നവർ ചെയ്തു എന്ന അർത്ഥത്തിൽ ഇങ്ങനെയാണോ ഇയാളെ വാദഗതികളെയല്ലേ നേരിടേണ്ടത്, അല്ലാതെ ഇയാളെ കള്ളക്കേസ് കൂട്ടിയിട്ടാണോ നേരിടേണ്ടത് എന്ന് ചോദിച്ചു. അത് എനിക്ക് തന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നികേഷ് സാർ അത് മറന്നുപോലും പോയി കാണും, പക്ഷേ ഇന്നും എനിക്ക് അതിൻ്റെ നന്ദിയുണ്ട്. കാര്യം നമുക്ക് പിന്നെ ഡിഫറൻസ് ആവും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ടി വി രാജേഷിന്റെ കരച്ചിൽ ഓർമ്മ കാണും, അതൊരിക്കലും മറക്കില്ല. നിയമസഭയ്ക്ക് മുമ്പിലുള്ള ഞങ്ങളൊക്കെ വളർന്നു വന്നപ്പം ടി വി രാജേഷും നമ്മുടെ സ്വരാജ് സഖാവുമാണ് നമ്മുടെയൊക്കെ അന്നത്തെ ഏറ്റവും വലിയ ടി വി ഇങ്ങനെ തലതല്ലി കലയാണ്. എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. കാര്യം അങ്ങനെ കള്ളപ്പരാതി വന്നാൽ ആണ് തിരിച്ചു പറയാനില്ലാതെ ഡിഫൻസ്ലെസ് ആകുകയാണ്. ഇതില്ലെന്ന് എനിക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റും. ഇപ്പം നേരത്തെ എനിക്ക് നേരെ വന്ന കേസ് 18 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ഈ വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചില്ല എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? ഇത് രാഹുൽ, ഇത് തന്നെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. Correct. എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഇപ്പൊ രാഹുൽ എന്ത് വാദിച്ചുകൊണ്ടിരുന്നാലും ഒത്തിരി നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? ശിക്ഷിക്കപ്പെടുന്നത് ഇപ്പൊ വിജയബാബുവിന്റെ കേസ് പറഞ്ഞു, അത് കോടതിയിലിരിക്കുന്ന കേസുകളാണ്. നമ്മൾ ആ കോടതിയിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പോകാത്ത. പക്ഷെ ഈ ജാമ്യത്തിന് കിട്ടുന്ന ഒബ്സർവേഷനും കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ ഉദാഹരണം എൽദോസിന്റെ കാര്യത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകം പറഞ്ഞത് ഇത് സിനിമാ കഥ പോലെയാണ്. ഈ മനുഷ്യനെ എത്ര വേട്ടയാടി സിനിമാ കഥ പറയുന്നത് പോലെ, അതായത് പിന്നീട് കഥയുണ്ടാക്കും. അത് നമുക്കെല്ലാം അറിയാം. പോലീസുകാരൻ മറ്റേ സിനിമയുണ്ടല്ലോ ഫഹദ് ഫാസിൽ മാല വിഴുങ്ങുന്ന, അതിൽ മറ്റേ അലൻസിയർ ചെയ്യുന്നത് പോലെ. അപ്പൊ എന്നാ മറ്റേ ഓരോ പോലീസുകാർ എടുത്തുമ്പോൾ ഗ്രാവിറ്റി കൂട്ടാനായിട്ട് 2-3 വകുപ്പ് എക്സ്ട്രാ ഇടാനായിട്ട് പിന്നീട് അങ്ങ് കൂട്ടും. ഇതിന്റെ പ്രശ്നം മറുഭാഗത്ത് നിൽക്കുന്നവൻ മാസങ്ങളോളം കിടന്നു കഴിഞ്ഞാൽ തന്നെ അവന് ജോലിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെടും. അവന്റെ ഭാര്യയുടെ കുടുംബം, അവന്റെ മക്കൾ. ഇപ്പൊ നാളെ എന്നെയാണ് വിജയബാബുവിന് വരെ അറസ്റ്റ് ചെയ്തിരിക്കട്ടെ. എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ അവന്റെ കൂടെയുള്ള 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ ഇപ്പം വലിയ വിവരമൊന്നുമില്ല, 5ലോ 6ലോ പഠിക്കുകയാണെങ്കിൽ കൂടെയുള്ള അവന്റെ ഫ്രണ്ട് അവനെ എന്ത് പറയും? നിന്റെ അച്ഛൻ പീഡന കേസ് ചേർത്ത് കിടക്കല്ലേ എന്ന് പറയും. അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് പറയും? വേണ്ട, ആ ഫാമിലി മറ്റേ പീഡകരുടെ ഫാമിലിയാന്ന് പറയും. എൻ്റെ മോനെ അത് ബാധിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ റേസ് ചെയ്യുന്ന ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ ആണിൻ്റെയും ചിത്രവും പേരും ടി വി കൊടുക്കാതിരിക്കുക. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നത് വരെ, വിധിയൊന്നും വരണ്ട, അത് വർഷങ്ങളെടുക്കും. പ്രഥമ ദൃഷ്ട്യാ പ്രൈമാ ഫേസി കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ അതിജീവിതയുടെ പേര് മറച്ചു വെക്കുന്നത് പോലെ പുരുഷന്റെ ഐഡന്റിറ്റിയും റിവീൽ ചെയ്യരുത്. 2, പരാതിക്കാരെല്ലാം അതിജീവിതകളല്ല, പക്ഷെ പല ആൾക്കാരും സ്ത്രീപക്ഷ നിലപാടുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ പരാതിക്കാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചോളൂ, പക്ഷേ കോടതി കുറ്റക്കാരനാന്ന് പറയുന്നത് വരെ പുരുഷനെ വേട്ടക്കാരൻ വിളിക്കാതിരിക്കുക. മിനിമൽ ഡിമാൻഡ്സുകളാണ്, ഏറ്റവും മിനിമൽ ഡിമാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ കംപ്ലൈന്റും പെറ്റീഷണറും അക്യൂസ്ഡുമാണ് ശരിക്കും. അങ്ങനെ പറയണ്ട, ഇരാന്ന് തന്നെ വിളിച്ചോളൂ. അത് പലപ്പോഴും സംഭവിക്കുന്ന ശ്രീ സിദ്ദിഖ് സാറിന്റെ കേസിൽ ഹൈക്കോടതിയുടെ വിധിയിൽ ഈ സർവൈവർ എന്ന വാക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുന്നത്, ഹൈക്കോടതിക്ക് എങ്ങനെ മനസ്സിലായി ഈ വ്യക്തി സർവൈവർ ആണെന്ന്? അത് അന്വേഷിക്കാനല്ലേ കേസ്. അതായത് ഒരാൾ പെറ്റീഷൻ കൊടുത്താൽ അപ്പോഴേ സർവൈവർ ആയോ? അപ്പോൾ ദൗർഭാഗ്യവശാൽ വന്നു, പോട്ടെ, അത് പറയുന്നില്ല. പക്ഷേ പരാതി കൊടുക്കുന്ന എല്ലാവരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചോളൂ, പുരുഷനെ വേട്ടക്കാരെന്ന് വിളിക്കാതിരിക്കാനുള്ള മാന്യത നമ്മൾ കാണിക്കണം. അങ്ങനെ മിനിമൽ ഡിമാൻഡുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അതിനുള്ള പോരാട്ടമാണ്, അതിനുള്ള പോരാട്ടം കമ്മീഷൻ. ഹണി റോസിന്റെ വിഷയം 2 കാര്യങ്ങൾ ചോദിക്കും. ഹണി റോസിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടിൽ ഞാൻ ഒട്ടും യോജിക്കാത്ത ഒരാളാണ്. കാരണം ഹണി റോസിനെ അറിയാവുന്നതുകൊണ്ടും രാഹുലിനെ അറിയാവുന്നതുകൊണ്ടും ഹണി റോസിന്റെ ഡ്രസ്സിങ് രീതി രാഹുൽ ഈശ്വറിന് അത് ഇടപെടേണ്ട കാര്യമില്ല, 100% കാര്യമില്ല. ഒരു സ്ത്രീ ഏത് ഡ്രസ്സ്, നമ്മൾ ഏതൊക്കെ ഡ്രസ്സ് ഇടുന്നു, നമ്മളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ? രാഹുൽ വീട്ടിൽ എന്തൊക്കെയാണ് ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ പുറത്തേക്കും എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നു, അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശമുള്ളത്? ആ ഡ്രസ്സിങ് രീതിയെക്കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞു വളരെ മോശമായി. അതിന്റെ മറുപടി, സാരി ഉടുത്താണ് നമ്മൾ സുഷമ സ്വരാജിനെ, സോണിയാഗാന്ധിയെ, ദ്രൗപദി മുർമുവിനെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ അടക്കമുള്ള ഒരുപാട് പേരെ കാണുന്നത്. പക്ഷേ രവീന ടണ്ടൻ ടിപ്പ് ടിപ്പ് ബെർസാ പാനി എന്ന മൊഹറയിലെ ഫേമസ് പാട്ടിന് സാരി എടുക്കുന്നത് പോലെ ഉടുക്കുകയാണെങ്കിൽ സമൂഹത്തിന് റിഫ്ലക്ഷൻ വരും. ഇനി ഹണി റോസിനെ കുറ്റം പറയേണ്ട, അവർ വേദനിച്ചിരിക്കുക എന്നാണ് അവർ പറയുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അമല പോൾ നമ്മുടെ സെയിന്റ് ആൽബർട്ട്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അമല പോളും ആസിഫ് പരിപാടി
വളരെ ലോ നെക്ക് ലൈനും ക്ലീവേജും ഈ മിനി സ്കർട്ടും ഇട്ട് ഒരു കോളേജിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോയാൽ അതൊരു പബ്ബിൽ പോകാം, ഒരു പ്രശ്നവുമില്ല. നൈറ്റ് ക്ലബ്ബിൽ പോകാൻ പറ്റുന്ന ഡ്രസ്സാണ്. നൈറ്റ് ക്ലബ്ബിലോ പബ്ബിലോ പോകുന്ന ഡ്രസ്സിട്ട്, പബ്ബിൽ പോകുന്ന ഡ്രസ്സിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോയാൽ അത് റിയാക്ഷൻസോ പ്രതികരണങ്ങളോ ഉണ്ടാക്കില്ലേ? പള്ളിയിലച്ചന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലല്ല. പള്ളിയിലച്ചന്മാരോ മൗലവിമാരോ ഇരിക്കുന്ന സേക്ര അല്ലെങ്കിൽ പൂജാരിമാരോ ഇരിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം എന്ന് വിളിക്കുന്ന ജ്ഞാനക്ഷേത്രത്തിൽ അങ്ങനെ മിനിസ്കർട്ട് ഇട്ട് പോയാൽ അവിടുത്തെ പയ്യന്മാർ എന്തൊക്കെ കമൻറ്റ് പറയും? അത് എല്ലാം പെൺകുട്ടികൾ കേൾക്കുകയും വ്യത്യസ്ത ക്യാമറ ആംഗിളിൽ നിന്ന് വരില്ലേ? പക്ഷേ ആ ഡ്രസ്സ് അങ്ങ് കണ്ടു കാണും, ആ കോൺട്രവേഴ്സി ശ്രദ്ധിച്ചും കാണും. ഏറ്റവും ആ വാക്ക് യൂസ് ചെയ്യാമെങ്കിൽ ഏറ്റവും എന്താ പറയുന്നത് ക്ലീവേജ് എക്സ്പോസ് ചെയ്യുന്ന ലോ നെക്ക് ലൈനും ഈ മിനി സ്കർട്ട് ഇട്ട് സ്റ്റേജിന്റെ മേളിൽ കയറുമ്പോൾ അതിലുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസ് അവർക്കും കൂടെ ഉത്തരവാദിത്വമില്ലേ? അവരുടെ കണ്ണ് മഞ്ഞക്കണ്ണല്ലേ? അത് മഞ്ഞക്കണ്ണാണോ? അങ്ങനെ മഞ്ഞക്കണ്ണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറ്റം രണ്ടുപേർക്കും ഇല്ലേ? അല്ല, അവരുടെ ഡ്രസ്സിംഗ് രണ്ടുപേർക്കും ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ എനിക്ക് ശ്രീമതി രാവിലെ യാത്ര ചെയ്തു പോകുമ്പോൾ എത്രയോ സ്ത്രീകളെ കാണുന്നു. എത്രയോ സ്ത്രീകളോ അങ്ങനെയാണോ ഡ്രസ്? രാവിലെ എന്ത് കണ്ടുകൊണ്ട് ആ സ്ത്രീകളെ അല്ല, അവിടെയാണ് ആ ഡ്രസ് എന്തും കൂടെ ഒന്നും ഇല്ലേ? ഇനി അതിനൊരു സയന്റിഫിക് ഫാക്ട് കൂടെ പറയാം, അംഗീകരിക്കേണ്ട ഒരു സയന്റിഫിക് ഫാക്ട്. ആർക്ക് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സ്ത്രീയുടെ ലൈംഗികതയും പുരുഷന്റെ ലൈംഗികതയും വ്യത്യാസമാണ്. പുരുഷ ലൈംഗികത പ്രധാനമായി വിഷ്വലാണ്, സ്ത്രീ ലൈംഗികത പ്രധാനമായി മെന്റലാണ്. പുരുഷന്റെ ലൈംഗികത വൈഡും വൈൽഡുമാണ്, സ്ത്രീയുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും സൈക്കോളജിക്കലുമാണ്. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് വിഷ്വൽ സ്റ്റിമുലേ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം പോൺ ആൻഡ് എറോട്ടിക്ക കണ്ടന്റ് സ്ത്രീയുടെ ഓൾമോസ്റ്റ് 10 times കൺസംഷൻ പലപ്പോഴും പുരുഷന് വരുന്നത് ഈ വിഷ്വൽ സ്റ്റിമുലേഷനാണ് പുരുഷന് കൂടുതൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അടക്കം ബൈബിൾ അടക്കം ഗീത അടക്കം പറയുന്ന രസകരമായ സങ്കല്പമുണ്ട്. ആണിന്റെ കണ്ണിനാണ് ആദ്യം മാന്യത വേണ്ടത്, അതോടൊപ്പം സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. ഖുർആനിലെ വചനം തന്നെ എങ്ങനെയാണ്? ഫസ്റ്റ് പറയുന്നത് എന്താ അറിയോ? ആണിന്റെ കണ്ണിന് മാന്യത വേണം, എന്നിട്ടാണ് ഈ വസ്ത്രധാരണത്തിന് മാന്യത വേണം. സമാനം തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത്. അപ്പോൾ ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. എനിക്ക് ഹണി റോസ് ഒരു പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്, നമ്മുടെ MLA തെലുങ്ക് സൂപ്പർ സ്റ്റാറിൻ്റെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. തെലുങ്ക് സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ അമല പോൾ പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. അപ്പോൾ അവരൊക്കെ നല്ല മാതൃകകളാകണം. പബ്ബിൽ പോകുന്ന ഡ്രസ്സ് ഇട്ട് ഇനോഗ്രേഷന് പോവുകയാണെങ്കിൽ വിമർശനങ്ങൾ വരും, ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനെങ്കിലും അവർക്ക് സാധിക്കണം. അതാണ് അവിടുത്തെ പോയിന്റ്. 2, അമല പോൾ ഇതേ ഡ്രസ്സ് ഇട്ട് നമ്മുടെ ഏതെങ്കിലും 5 star ഹോട്ടലിലെ നൈറ്റ് ക്ലബ്ബിലോ മറ്റും പോയാൽ പ്രശ്നമല്ല. ഔചിത്യം എന്നൊരു കാര്യമുണ്ട്, അതൊരിക്കലും ഇല്ലീഗൽ ഒന്നുമല്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് പോവാം, ഇല്ലീഗൽ അല്ല, പക്ഷേ ഔചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമർശനമൊക്കെ വന്നപ്പം ഹണി റോസ് അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് വന്ന ഒരു ഡ്രസ്സുണ്ട്, വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചു. എല്ലാത്തിനും ഓവറായിട്ട് നമ്മൾ കുറച്ചൊക്കെ ഓവറായിട്ട് ഓവറാകരുതെന്ന് പറയും. പണ്ട് അല്ലു അർജുനെ വെച്ച് പറയുന്നൊരു ഡയലോഗാണ്. അല്ലു അർജുൻ എനിക്ക് തോന്നുന്നു ആര്യയിൽ പറയുന്ന ഡയലോഗാണ്, ഞാനേ ഓവറാണ്, നീ എന്നെക്കാട്ടി ഓവറാണോ എന്ന് അല്ലു അർജുൻ വില്ലനോട് ചോദിക്കും. അതേപോലെ കുറച്ചൊക്കെ ഓവറാകാം, പക്ഷേ ഓവറായിട്ട് ഓവറാകുന്നത് കൊണ്ടാണ് വലിയൊരു ശതമാനം. അതിന് ഒരു തെളിവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, കേരളത്തിലെ 99% മാധ്യമങ്ങൾ, പോലീസ് എല്ലാം ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വറിനെ പോലെ വിരലെണ്ണാവുന്ന ആൾക്കാർ എതിർ വിമർശനം ഉന്നയിച്ചപ്പോൾ പൊതുസമൂഹത്തിലെ 90% ഞങ്ങളുടെ അഭിപ്രായത്തോടൊപ്പമായിരുന്നു. അത് ഹണി റോസിനോട് ബോച്ചെ പറഞ്ഞ ഡയലോഗ് 100% തെറ്റാണ്, അതിനൊരു തർക്കം പോലും ഇല്ല. ഇറ്റ്സ് ഒബ്വിയസ്ലി റോങ്. കാര്യം വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റിയ ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയെ കുറിച്ച് പറഞ്ഞാൽ അല്ല, നമുക്കെല്ലാം അറിയാമല്ലോ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്. അത് 100% തെറ്റാണ്. എന്നാൽ ബോച്ചയുടെ 25-30 വർഷത്തെ ജീവിതം അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യരുത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബ്ലഡ് ഡൊണേഷനും 100 കണക്കിന് വീടും 1000 ആൾക്കാർക്ക് ജോലിയൊന്നും ക്യാൻസൽ ആയിരുന്നു. ഈ ബാലൻസ് ഞാൻ എടുത്തതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ബോച്ചയുടെ ന്യായീകരണമായിട്ടല്ല വന്നത്, ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ടല്ല. ബോച്ചെ ചെയ്ത തെറ്റാണ്, ഹണി റോസും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് ബോച്ചെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നതിന് എന്താ മടി കാണിക്കുന്നത്. ബോച്ചെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഒരുപാട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹണി റോസിനെ അങ്ങ് ശ്രദ്ധിച്ച് കാണും. ഒരു വാക്കിൽ പോലും വ്യക്തിപരമായി ഡിമെയിൻ ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. 2, എന്നാൽ നേരെ തിരിച്ച് ഹണി റോസ് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല ഇനി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കടുപ്പമുള്ള വാക്കുകളാണ്. നമ്മൾ ബോളിവുഡിലും ദാവൂദിന്റെ മാഫിയൊക്കെയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. ആരെങ്കിലും ഹണി റോസിനെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം. എനിക്ക് ഇന്നും ഹണിയോടുള്ള റിക്വസ്റ്റ് ഇനിയും കൂടുതൽ വരണം. 2 ദിവസവും പാലക്കാടൊക്കെ ഇവിടെ ഇനോഗ്രേഷൻ വീഡിയോ ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. പ്ലീസ് റേച്ചൽ സിനിമ വന്നാൽ ഞാൻ ആദ്യ ദിവസം തന്നെ പോയി കാണും. ഇത് കാരണമാണ് മാറ്റി വെച്ചതെന്നും അല്ലാന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സിനിമയൊക്കെ ഹിറ്റ് ആവട്ടെ. ഇതൊരു സൊല്യൂഷൻ സെൻട്രിക് ആയിട്ട് പോകണം, അടിപിടി കൂടി കണ്ടിന്യൂസ് ആയി പോവല്ല, സൊല്യൂഷൻ സെൻട്രിക് ആയി പോകണം. എനിക്ക് സിനിമാ രംഗത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ളതാണ്. ഒരു സൊല്യൂഷൻ സെൻട്രിക് ആയി കാര്യത്ത് പോകണം. ഹണി റോസിനും എല്ലാ നന്മയും ഉണ്ടാകട്ടെ, ബോച്ചയ്ക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. അത് 2 പേരുടെയും ജീവിതത്തിലെ ഒരു ഡാർക്ക് എപ്പിസോഡാണ്. ആ എപ്പിസോഡ് കഴിഞ്ഞു. അത് കുഞ്ഞികൃഷ്ണൻ സാർ രൂക്ഷമായി ബോച്ചയെ വിമർശിച്ചു, എന്നാൽ കരിവും കാണിച്ചു. കുഞ്ഞിക്കണ്ണൻ സാറിന്റെ ആ വാക്ക് സമീപകാലത്ത് ഒരു ഹൈക്കോടതി ജഡ്ജിയും പറയാത്തതാണ്. വേണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി അകത്തിടുമെന്ന് വരെ പറഞ്ഞു. അപ്പോൾ
സ്ട്രോങ് ആയി പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഒരു കനിവും കാണിച്ചു. സോ നല്ലൊരു ബാലൻസ് ആയിരുന്നു, നല്ലൊരു പാഠമാണ് കുഞ്ഞികൃഷ്ണൻ സാർ നോക്കുന്നത് അരുണിന്റെ കേസിലും ഇല്ലെങ്കിലേ ഇപ്പം അരുണിന്റെ കേസ് അങ്ങ് ഒന്ന് ആലോചിച്ചാൽ മതി. രാഹുൽ ഈശ്വറിനാണ് ആ സെയിം ഡയലോഗ് പറ്റിയിരിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു ചാനലിന് വേണ്ടി അവിടെ പോയിട്ട് നീ കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ കണ്ട ഇല്ലല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു അവസരമായിട്ട് എടുത്ത് പോലീസുകാരനെ ഒരാഴ്ചയെങ്കിലും ജയിലിടുമായിരുന്നു. എനിക്കൊരു സംശയവുമില്ല. പോലീസുകാർ ഇതൊരു അവസരമാക്കി എടുത്ത് അതിരൂക്ഷമായ പോക്സോ കേസാണ് ഇതിന് നിന്നൊക്കെ പറഞ്ഞിടുമായിരുന്നു. എനിക്കാണെങ്കിൽ മറ്റേ ഉദയഭാനു സാറിനെയോ നമ്മുടെ ഇദ്ദേഹത്തെയോ രാമപിള്ള സാറിനെയോ ഒന്നും എൻഗേജ് ചെയ്ത് എന്റെ മക്കൾക്ക് കിട്ടാനുള്ള കാശാണ്. ഞാനും ഇതിന് പാർട്ടി ഇൻ പേഴ്സൺ വാദിക്കാൻ സമ്മതിക്കുമെന്നും എനിക്കറിയില്ല, പക്ഷെ സമ്മതിക്കുമെങ്കിൽ ഞാൻ വാദിക്കും. സോ ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് അവസാനത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് നമുക്കൊരു സെൻസ് ഓഫ് ബാലൻസ്, രണ്ട് ഈ 1-2 ടോക്സിൽ ദയവായി നിങ്ങളൊരു പോള് കൊടുക്കണം. ആ പോള് നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ മകന്, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയുള്ളൊരു പോളാണ്. പുരുഷ കമ്മീഷനെ നിങ്ങൾ അംഗീകരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഒരു 75, 4-3 ആൾക്കാരും, ചിലപ്പം 90 സപ്പോർട്ട് ചെയ്യും, പക്ഷേ കുറച്ച് വിനയം കൊണ്ട് 4-3 ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് പറയും. അല്ല, അത് നമുക്ക് നോക്കാം. പോളിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പരീക്ഷിക്കാം. നമ്മളെല്ലാം പുരുഷന്മാരാണ്. എൻ്റെ ഇപ്പം ഹണി റോസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് ധാരണയെ കുറിച്ച് താങ്കൾ പറഞ്ഞു അവരവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ താങ്കൾ മാത്രമാണ് ആ ഒരു ചർച്ചയ്ക്ക് ബോച്ചയുടെ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എപ്പോഴും ഈ എതിർ അഭിപ്രായങ്ങളുമായിട്ട് എതിർ ചർച്ചയിൽ നിൽക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് വിഷയം വന്നാലും അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ചർച്ചയ്ക്കാണ് രാഹുൽ ഈശ്വറിനെ എല്ലാ ചാനലുകാരും ബന്ധപ്പെടുന്നു, രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. അതെന്താണ് അങ്ങനെ? ഞാനൊരു 5 ഉദാഹരണങ്ങൾ അങ്ങയുടെ അടക്കം ഓർമ്മയെന്ന് പറയാം. ശബരിമല വിധിന്യായം വന്നു. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു. മെയിൻ പാർട്ടീസ് എല്ലാം അംഗീകരിച്ചു. ഈ നാട്ടിലെ എല്ലാവരും വലിയ വിധിയാണ് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഞാനടക്കം വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ശബരിമല വിധിന്യായത്തെ എതിർത്ത് വന്നത്. 4-1 സുപ്രീം കോടതി വെർഡിക്റ്റാണ്. സർവശക്തനായ ശ്രീ സഖാവ് പിണറായി വിജയനെ നടപ്പാക്കിയേ പറ്റൂന്നും 10,000 പോലീസുകാരപ്പുറത്ത് നിന്നിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടാണ്. മകരവിളക്ക്, മകരജ്യോതി അങ്ങേക്ക് ഓർമ്മ കാണും. ഏറ്റവും വലിയ സെൻസിറ്റീവ് വിഷയമായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, മകരജ്യോതി നക്ഷത്രമാണ്. മകരവിളക്ക് ആദിവാസികളുടെ പഴയ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അവർക്ക് കൊടുക്കണം. ഇത് തെളിയിക്കുന്നതാണ്, ജ്വലിപ്പിക്കുന്നതാണ്. ഞാൻ അതിനെ തൊഴുന്ന ആളാണ്. ഈ ദീപാരാധന നടത്തുക. എനിക്ക് അന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് വിമർശനമൊന്നും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നീ എടുക്കണം. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം അവസാനം ആ നിലപാട് അംഗീകരിച്ചാണ് ആ വിഷയം സെറ്റിൽ ചെയ്ത്. യുക്തിവാദികളൊക്കെ പോയിരുന്നു. അതിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ സനൽ എഡവർഗ് സാറിന്റെ വീട്ടിൽ പോയിരുന്നു. സനൽ എഡവർഗ് സാർ എന്നെ ഇതിൽ വളരെ അഭിനന്ദിക്കുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, രാഹുൽ ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി അത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ വിശ്വാസം രക്ഷിക്കുകയും ചെയ്തു. മകരജ്യോതി നക്ഷത്രം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആ വിളക്കിന്റെ സാങ്ക്ടിറ്റി രക്ഷിച്ചു. ഇപ്പോഴും മലയേറിയന്മാർക്ക് അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഈ പോലീസുകാരും KSEBക്കാരും പോയി ചെയ്യുന്ന പരിപാടി നിർത്തണം. അത് മലയേറിയന്മാർക്ക് കൊടുക്കണം. അവരുടെ റൈറ്റ് ആണ്. അവരാണ് 1000 വർഷം ചെയ്തത്. ഇനി നമ്മൾ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വിഷയം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശ്രീ വിജയബാബുവിന്റെ കേസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കേസിലും ദിലീപിന്റെ കേസ് ഭാവി തെളിയിക്കപ്പെടും. അപ്പം ക്രെഡിറ്റ് തന്നാൽ മതി. ഈ കേസുകളിലെല്ലാം ഞാൻ പറയുന്നത്, ഇപ്പൊ അരുൺകുമാറിനെ അടക്കം സപ്പോർട്ട് ചെയ്യുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം എതിർത്താ പറഞ്ഞത്. കണ്ണിന്റെ മുമ്പിൽ നമുക്ക് സത്യം കാണാം. ഈ ഒരുപാട് ചിന്തിച്ച് സത്യമൊന്നും കണ്ടെത്തണ്ട. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ട്രൂത്ത് ഈസ് ഇൻ പ്ലെയിൻ സൈറ്റ്. ഇത് നോക്കി പറഞ്ഞാൽ മതി. പലപ്പോഴും ഈ സത്യം പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ അറിയാമെന്നറിയില്ല, ഗാന്ധിജിയെ കയ്യിൽ പച്ച കുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ഞാൻ പച്ച കുത്താൻ പോയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ആ പുള്ളി ഒരു ഫേമസ് പച്ച ടാറ്റു ആർട്ടിസ്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും ഗാന്ധിജിയെ പച്ച കുത്തുന്നത്. ഞാൻ പറയുന്നത് 100% ശരിയുള്ള സത്യമുള്ള കാര്യങ്ങളായിരിക്കും. 2 എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം ശരിയാണെന്നൊന്നുമില്ല. തെറ്റ് പറ്റിയാൽ ഞാൻ 100% മാപ്പ് പറഞ്ഞ് ക്ഷമ പറയുകയും ചെയ്യും. നമ്മുടെ കാക്കനാട് ഒരു ഹലാൽ അറ്റാക്ക് നടന്നു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ തുഷാരാജിത്ത് ഒരു സാധനം ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി. ഞാൻ വിശ്വസിച്ചു അവർ പറയുന്നത് ശരിയാണ്, സ്ത്രീ പറഞ്ഞതല്ലേ എന്ന് വരച്ച് ഞാൻ അവർക്ക് അതിശക്തമായി സപ്പോർട്ടൊക്കെ ചെയ്തു. അടുത്ത ദിവസം പോലീസ് കണ്ടെത്തി അവരുടെ ഇടയിലുള്ള ഒരു വസ്തു തർക്കമായിരുന്നു. അതിലൊരു മുസ്ലിമും ഇൻവോൾവ് അല്ല. ഇവരും വേറൊരു RSകാരനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. അവരത് ഹലാൽ അറ്റാക്കാണ്, ഇതൊരു ഹലാൽ റിപ്പബ്ലിക്കായി മാറുന്നു. കാക്കനാട് ഈസ് ബിക്കമിങ് എ ഹലാൽ റിപ്പബ്ലിക് എന്ന് എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം പറഞ്ഞു, തെറ്റിപ്പോയി, ക്ഷമിക്കണം, അതൊരു അബദ്ധം പറ്റിയതാണ്. ഒരു സ്ത്രീ പറഞ്ഞപ്പം അത് ഹോസ്പിറ്റലിന്റെ ബെഡിലൊക്കെ കിടന്ന് പറഞ്ഞപ്പം നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുമല്ലോ. പൊതുവെ സ്ത്രീകൾ കള്ളം പറയില്ല എന്നുള്ളൊരു. അപ്പം തെറ്റ് പറ്റിയ 100% ഞാൻ അത് അംഗീകരിക്കും. എനിക്ക് ഇവർ ലൈവായിട്ട് പറ്റിയൊരു തെറ്റും കൂടെ പറയാം. അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് വെച്ച് ഞാനൊരു വാക്ക്, പ്രത്യേകിച്ച് അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നേരെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു. ചർച്ച നേരെന്ന സിനിമയിൽ ഞാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞു, പ്ലാൻ ചെയ്ത ഡയലോഗ് വേണ്ട. അപ്പം ഞങ്ങൾ ലൈവായിട്ട് ചർച്ച തന്നെ നടത്തി. ഞാൻ അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു. അപ്പം അത് പറഞ്ഞുകൂടാത്ത വാക്കാണ് പറഞ്ഞു. അപ്പം പക്ഷെ 5 ഡയലോഗാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്താണ് ആ വാക്കെന്ന് ഞാൻ പറയാം. അപ്പോൾ മിനി മാഡം പറഞ്ഞു, രാഹുൽ അത് പറയണ്ട. ഞാനും മിനി മാഡം തമ്മിൽ എല്ലാ വിഷയത്തിലും അടിയാണ്.
പക്ഷേ അപ്പോൾ ആന്റണി പെരുമ്പാവൂർജി അടക്കമുള്ളവരുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അത് ശരിയാണ്, 5 ഡയലോഗൊക്കെ തന്നെയാണ്, തിയേറ്ററിൽ കൈയടിയൊക്കെ വരും. പക്ഷേ നാളെ ജെനുവിൻലി പരാതി കൊടുക്കുന്ന കുട്ടികൾക്കും ആ വാക്ക് വെച്ച് അവരെ മോശമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞൊരു സാധനം. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേവരെ ആ വാക്ക് പൊതുമാധ്യമങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാര്യം ദൂരവ്യാപകമായ നെഗറ്റീവ് അതുണ്ടാക്കും. ഇപ്പം കുന്തി എന്തുകൊണ്ടാണ് തെറ്റ്? നാളെ ഇത് കാണുന്ന കോളേജിലെ കുട്ടി കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗം വെച്ച് വിളിക്കുകയും ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം നെഗറ്റീവുകൾ നമുക്ക് വേണ്ട. അപ്പം എല്ലാവർക്കും തെറ്റുപറ്റാം. എനിക്കങ്ങനെ ഒരുപാട് തെറ്റുപറ്റി കണ്ടിന്യൂസ്ലി ആൾക്കാർ ശരിയാക്കുന്നതാണ്. ആ ശരിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ആൾക്കാരുടെ പോസിറ്റീവ് കാണണം. യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ അതാണ് ഗാന്ധിജിയൊക്കെ എടുത്തിരിക്കുന്നത്. ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. നിങ്ങൾ പാപത്തെയാണ് എതിർക്കേണ്ടത്, പാപിയെയല്ല. നിങ്ങൾ തെറ്റിനെയാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല. ആ നിലപാടിൽ നമുക്കെല്ലാം ശരിയാവാം. എൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും തെറ്റ് കാണും, കുറച്ചുകൂടെ റിഫൈൻഡ് ആകുന്നുണ്ടാകും. താങ്കളടക്കമുള്ള മാധ്യമങ്ങളിൽ നടക്കമുള്ള വിമർശനങ്ങളെയും ഞാൻ ശരിയാക്കുകയും ചെയ്യും. അതേപോലെ പുരുഷന്മാർക്ക് ഈ മെൻസ് റൈറ്റ് കമ്മീഷൻ അവരുടെ ഒരു റൈറ്റിന് നിലനിൽക്കാൻ വളരെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എല്ലാവിധ പിന്തുണ അർപ്പിക്കും. ഇനിയിപ്പം നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് ദിവസം ഞാനുള്ള എൽദോസ് കുന്നപ്പള്ളി ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് സ്പീക്കർ ഇങ്ങനെ ഇരയായ MLA-മാരെല്ലാം കൂടുന്നുണ്ടായിരിക്കും. സപ്പോർട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിച്ചു. ശ്രീ VD സതീശനോട് ഇന്നലെ ഒരു പരിപാടിക്ക് ജിംസ എബ്രഹാമിന്റെ ബുക്ക് റിലീസിനുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ല. അദ്ദേഹത്തിന് തൊണ്ട വയ്യ, അദ്ദേഹം ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. അടുത്ത ആഴ്ച വല്ലോ അദ്ദേഹത്തോട് ഒരു സമയം ചോദിച്ചില്ല. ഇത് നിയമസഭയിലൊക്കെ പാസ്സാക്കാൻ എളുപ്പമുണ്ടാവും എനിക്ക് തോന്നുന്നു. അറിയില്ല, സ്വകാര്യ ബില്ലായിട്ടാണ് പ്രസന്റ് പല ആളുകൾക്കും പ്രശ്നങ്ങൾ സമാനമായ സ്വകാര്യ സാർ ഇവരെ എല്ലാമേ കൊടുക്കാൻ ഈസിയാ വഴി ഇതാ. കാര്യം വെറുതെ ഒരു സാധനം കൊടുത്താൽ മതിയല്ലോ, പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കും. അവിടെയാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു നന്മ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. BJP-ക്കാർ കൊണ്ടുപിടിച്ചു മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുകയായിരുന്നു. സുരേഷ് ഗോപി ചോദിച്ചു, എന്താ മുകേഷിനെതിരെ ഏതെങ്കിലും കോടതി പറഞ്ഞു? മീഡിയക്കാരോട് ചോദിച്ച സാധനം കാണും. അത് ആ മനുഷ്യന്റെ നന്മയാണ്. ശ്രീ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ നന്മ അതാണ്. എതിർ പാർട്ടിയിൽ നിൽക്കുന്ന മുകേഷിനെ പോലും ആ വിഷയത്തിൽ നമുക്ക് എല്ലാം അറിഞ്ഞൂടെ. മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയോട് മറ്റേ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീ പിന്നീട് അദ്ദേഹത്തിന് ഉമ്മ അയക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പൈസ ചോദിക്കുന്നു. എന്നിട്ട് പൈസ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോ എന്റെ സഹോദരൻ വന്ന് എന്റെ മൊബൈൽ എടുത്ത് പൈസ ചോദിച്ചാന്ന് പറയും. അറിയില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഇപ്പൊ ഈ ഉമ്മ അയച്ചത് അധികം ഫ്രണ്ട്സിനൊക്കെ ചുമ്മാ ഉമ്മ അയക്കുന്നതിന്റെ ഭാഗമായിട്ടായി ഇവര് 11 പേർക്ക് പരാതി കൊടുത്തു. അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഈ അസോസിയേഷൻ വരേണ്ട സാഹചര്യം ഉണ്ട് എന്ന കമ്മീഷൻ വരേണ്ട സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ കമ്മീഷൻ വന്ന് നടപ്പിലാക്കിയാൽ പല പുരുഷന്മാരും നിരപരാധിയായ പുരുഷന്മാരെ രക്ഷപ്പെടുകയും ചെയ്യും, അതിന് സംശയമില്ല. ഇവിടെ എല്ലാം എൻ്റെ ഒരു ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നത്തിലേക്ക്, എന്തുകൊണ്ട് കോടതി ഇത്തരമൊരു സംഭവം ഉണ്ടാവുമ്പോൾ, നമ്മളെ ഇരയാക്കുമ്പോൾ ആ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ നേരിട്ട് പോക്സോ കേസൊക്കെ നേരിട്ടെടുക്കുക. അതിനോട് അവസാന ചോദ്യത്തിൽ ഏറ്റവും മയമായിട്ട് ഇപ്പൊ എനിക്ക് ഞാനിപ്പോൾ മറ്റേ ബാർ കൗൺസിൽ അല്ലെങ്കിൽ ഞാനിപ്പം പരീക്ഷ പാസ്സായി AB ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് കോടതി അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് 100% യോജിക്കുകയും അഡ്വക്കേറ്റോ ലോയറോ ഒക്കെ മാറ്റിവെക്കാം. പക്ഷേ ഇന്നും നമ്മൾ ദൈവം കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം കോടതിയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ വേറെ. അതുകൊണ്ടാണ് പ്രേയർ എന്നാണ് കോടതിയിൽ നമ്മൾ പറയുന്നത്. ദൈവം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കോടതിയാണ്. കോടതികൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായ ഇത്തരം കാര്യങ്ങളൊരു നിലപാട് പറഞ്ഞാൽ വലിയ ഗുണമാണ്. കോടതികൾക്കും പക്ഷേ ലിമിറ്റേഷൻ എന്താ അറിയാമോ? അന്വേഷണം കഴിയട്ടെ എന്നൊക്കെ പറയും. അന്വേഷണം കഴിയാൻ 1 വർഷം എടുക്കും. അതുകൊണ്ട് കോടതികൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ഇത്തരം കേസുകളിൽ, ഇപ്പോൾ ഉദാഹരണം അരുണിൻ്റെ കേസിൽ തന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും വ്യാജ പോക്സോ എന്നൊരു വാക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് ആ വാക്കിനൊരു വലിയ പഞ്ചുണ്ട്. വ്യാജ പോക്സോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അത് പ്രതീക്ഷിച്ചു. കുഞ്ഞിക്കണ്ണ സാറ് ഒരു പക്ഷേ അങ്ങനെ പറയണ്ട, പ്രജുഡ്യൂസ് ആക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും. കോടതികൾക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അവർ പറയാം, രാഹുൽ ഈശ്വരനെ പോലല്ലോ, അവർ പറയുന്ന എല്ലാ വാക്കിനും വിലയും എക്സ്ട്രാ വാല്യൂ ഉണ്ട്. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ കോടതികളും കുറച്ചുകൂടെ പ്രൊആക്റ്റീവായി വരണം. കണ്ണിൻ്റെ മുമ്പിൽ ഒരു വ്യാജ പോക്സോ കേസ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ തമാശയ്ക്ക് പറയുകയാണെ, അരുൺ പോലും അതിനെ വ്യാജ പോക്സോ എന്ന് വിളിക്കുമെന്ന്. ഞാനിപ്പം തമാശയ്ക്ക് എവിടെയോ പറഞ്ഞു, അരുൺ എന്ന ലിബറലിന്റെ പ്രശ്നം നാളെ അരുണിനെ വെറുതെ വിട്ടാൽ അരുൺ അതിനെതിരെ ചർച്ച എടുക്കും. ഇത് പുരുഷവിരോധമാണ്, ഇത് മറ്റേ ഹെജിമണിയാണ്, സവർണ ഹെജിമണിയാണ്, വെജിറ്റേറിയൻ ഹെജിമണിയാണെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് വ്യാജ പോക്സോ ആണെന്ന് പറയാൻ നമ്മുടെ നാക്ക് പൊങ്ങാത്തത് നമ്മുടെ ധൈര്യമില്ലായ്മയാണ്. അപ്പോൾ അത് വ്യാജ പോക്സോ എന്ന് പറയണം. അങ്ങനെ വ്യാജ പോക്സോയിൽ പെട്ട് ആഴ്ചകളും മാസങ്ങളോളം ജയിലിൽ കിടന്ന പല ആൾക്കാരെ എനിക്കറിയാം. അവർക്കെല്ലാം വേണ്ടി വ്യാജ പോക്സോ എന്ന ആശയമെങ്കിലും ഉണ്ട് എന്ന് പറയണം. കാര്യം കൊച്ചു പിള്ളേരെ കൊണ്ട് മൊഴി പിടിപ്പിക്കുക. അവർക്ക് ഈ ഫോൾസ് മെമ്മറീസ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്യും. വളരെ ഒരു ശാസ്ത്രീയ വിഷയമാണ്. അതായത് മോളെ അങ്ങനെ ചെയ്തല്ലേ, അങ്ങനെ ചെയ്തു, അയ്യോ ഇവിടെ ചെയ്തു. ഇത് കഴിഞ്ഞ് വരുമ്പം കുട്ടിക്ക് ഫോൾസ് മെമ്മറി വരും. ഒരുതരം കൺഫാബുലേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ 3-4 വയസ്സായ അങ്ങനെ പലരെയും. അങ്ങനെ ഒരു പ്രമുഖ കലാകാരൻ, പറയാമെന്നറിയില്ല, കൊടുത്തോളൂ, കുഴപ്പമില്ല, കുട്ടിക്കൽ ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ, ഞാൻ ജയചന്ദ്രനെ വിളിക്കാറുണ്ട്. 7 മാസമായിട്ട് അദ്ദേഹം ഇതേപോലെ എങ്ങനെയെങ്കിലും സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ബസൻ സാറാണ്.
ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, അതായത് അവരുടെ ഒരു സ്വത്ത് തർക്കവും കുട്ടിയുടെ കസ്റ്റഡിയും വെച്ചാണ്. ഇവർക്ക് കുട്ടിയുടെ കസ്റ്റഡി കിട്ടാതിരിക്കാൻ വേണ്ടി അവരുടെ തന്നെ ഒരു ബന്ധു കേസ് കൊടുത്തു. ഞാൻ ആ കാര്യം ഇടപെട്ട് ഞാൻ സംസാരിച്ചു. അല്ല, ഇത്തരം കേസുകളൊക്കെ വരുന്നത് ഇല്ല എന്ന് ഞാൻ പറയുന്നു. എത്ര സിനിമ പോയി. ഇത്തരം കേസ് അദ്ദേഹത്തിന് വീട്ടിൽ അറിയാം, പറയുന്നുണ്ടെന്നല്ല, അദ്ദേഹത്തിന് വീട്ടിലാരും ഇല്ല, അച്ഛനും അമ്മയും ഇല്ല, ഫാമിലി ഒന്നുമില്ല. അല്ല, ഇത്തരം കേസുകൾ ഒത്തിരി വരുന്നത് പത്രങ്ങളിൽ. ഈ ഇടയ്ക്ക് പത്രങ്ങൾ ഒരു പേര് മാറ്റിയടിച്ചു, മണികണ്ഠൻ ആചാര്യയുടെ. മനോരമ പോലത്തെ വലിയൊരു പത്രമാണ് പേര് മാറ്റിയടിച്ച്. മണികണ്ഠൻ എൻ്റെ അടുത്ത് വന്ന് ഇന്റർവ്യൂ പറഞ്ഞാണ്, ആ മണികണ്ഠൻ വേറെ ഒരു പെണ്ണ് കേസിലാപ്പെടുന്നെങ്കിൽ വീട് വരെ നഷ്ടപ്പെട്ടു, കുടുംബം വരെ നഷ്ടപ്പെടും. ആ പത്രം മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. അതും ചോദ്യം ചെയ്യണം രാഹുൽ. അതൊക്കെ അപ്പൊ മാധ്യമങ്ങളെ ചോദ്യം ചെയ്യാൻ രാഹുലിന് ഭയം വരും. അത് മനോരമ പോലത്തെ ഒരു പത്രമാണ് എഴുതിയത്. സെൻസ് ഓഫ് ബാലൻസ് മതി. അവിടെയാണ് പുരുഷൻ ഒരു ഫൈറ്റിംഗ് സ്പേസ് കൊടുക്കൂ. ഒരു ഫൈറ്റിംഗ് സ്പേസ് എങ്കിലും പുരുഷന് കൊടുക്കൂ. ഇല്ലെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ അതുൽ സുഭാഷിനെ പോലെ പലരും ആത്മഹത്യ ചെയ്യും. അതുൽ സുഭാഷ് എന്നൊരു ടെക്കി ആത്മഹത്യ ചെയ്താണല്ലോ ഇപ്പോൾ സുപ്രീം കോടതി പോയത്. ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കുട്ടിയെ കാണാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഇയാൾ മടുത്ത് വീഡിയോ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്യാണ്. ആ അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ പുരുഷനെ എത്തിക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ സമയമായിട്ട് കൺകൂടി ഒറ്റ കാര്യം മാത്രം. ഇതിന് നമുക്ക് അതിന്റെ പെയിൻ മനസ്സിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ, അച്ഛനാകാം, സഹോദരനാകാം, മകനാകാം, സ്ത്രീകൾക്ക് ഭർത്താവാകാം, സുഹൃത്താകാം, ആരെങ്കിലും ഒരാളെ മനസ്സിലാലോചിക്കുക. അവരൊരു വ്യാജ കേസിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ജയിലിൽ കിടക്കുന്ന ആലോചിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പൊള്ളലുണ്ടാവുന്നത്. നമ്മൾ കിടക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേദന ഉണ്ടാവുന്നത്. കാര്യം ഹെൽപ്ലെസ് ആയിട്ടൊരു വ്യാജ കേസിൽ കിടക്കുമ്പോൾ അത് ജീവിതം മുഴുവൻ ആത്മാവിൽ ഒരു സ്കാറാണ്, ആത്മാവിൽ ഒരു മുറിവായിട്ട് അവർക്ക് കിടക്കും. അവരുടെ കോൺഫിഡൻസ്, അവരുടെ സംസാരം, നാളെ ആരെങ്കിലും ഈ വിഷയം മെൻഷൻ ചെയ്താൽ ബലൂൺ പൊട്ടുന്നത് പോലെ അവന്റെ ആ ആത്മവിശ്വാസവും മറ്റും പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫൻസ്, അതാണ് യൂത്ത് കമ്മീഷൻ. അതിന് എല്ലാവിധ സപ്പോർട്ടും തരണം. അങ്ങയുടെ ചാനലും 12 ടോക്സ് പോലുള്ള ചാനലും ഒരു പോൾ നടത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും നമ്മളും ആ പോൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇത്രയും നേരം സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. എങ്കിലും തെറ്റുകൾ പറ്റാറുണ്ട്, തെറ്റുകൾ തിരുത്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. തെറ്റുകൾ പറ്റാറുണ്ട് ഏറ്റു പറഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. ഇനി തെറ്റുകൾ പറ്റാതെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഹലാൽ പോലത്തെ പ്രശ്നത്തിൽ ചാടാതെ പഠിച്ചതിന് ശേഷം മാത്രം. ഒരു കാര്യം വീണ്ടും പറയുന്നത്, ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണാം, തെളിഞ്ഞില്ലെങ്കിലും നമുക്ക് തെളിഞ്ഞില്ലെങ്കിലും നമുക്ക് കാണാം. അത്ര വരെ നമുക്ക് കാത്തിരിക്കാം. ഹണി റോസിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് എതിർത്ത് തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.